على آله وصحبه أجمعين أما بعد. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ അതുപോലെ റേഡിയോ ശ്രോതാക്കൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ബർക്കത്ത് ചൊരിഞ്ഞെടുക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം പ്രദാനം നൽകുമാറാവട്ടെ. നല്ല റാഹത്തുള്ള ജീവിതവും മരണസമയത്ത് ഈമാനോടുള്ള മരിക്കാനുള്ള ഭാഗ്യവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് വീട് നിർമ്മിക്കുമ്പോൾ എന്ന ഒരു ചെറിയ വിഷയം തുടങ്ങി വെക്കുകയാണ്. ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരില്ല. കുറേ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അതിന് മുന്നേ തന്നെയാണ് നേരത്തെ താജു ഒരു ചോദ്യം ചോദിച്ചത്. ഉസ്താദിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദിന്റെ ഉത്തരം പറയാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് കോള് വന്ന് ഞാൻ കോളുമായി ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വ്യക്തമായി കേട്ടിട്ടില്ല. ഉത്തരം പറഞ്ഞില്ലായിരുന്നു ഉസ്താദ്. ഏതായിരുന്നാലും ഞാൻ തന്നെ അവിടെ ടെക്സ്റ്റ് അടിച്ചിരുന്നു. അതാണ് ഏറ്റവും നല്ല. എണീക്കാൻ മടിയാണെങ്കിൽ നല്ല ടെക്സ്റ്റ് ഞാൻ തന്നെ അടിച്ചിട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കൂടുതൽ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് ഏറ്റവും നല്ലൊരു മരുന്നായി ഞാൻ കാണുന്നത്. ശരി, ഞാൻ പറയുന്നത് അടിച്ചോ. പിന്നെ നല്ലൊരു ചൂരൽ പ്രയോഗമാണ്. ഞാൻ അതേ അടിച്ചു വിട്ടി. നല്ല ചൂരലുണ്ടെങ്കിൽ നല്ല ചൂരലെടുത്തിട്ട് മർമ്മം നോക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ ശരിക്കും എണീച്ചോളൂ. എണീക്കാൻ മടിയുള്ള ആളുകൾ. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ ഇങ്ങനെ കൂടുതൽ അമിതമായി ഉറങ്ങുന്നത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം. അമിതമായി ഇങ്ങനെ ഉറങ്ങാനുള്ള കാരണം അവന്റെ വയറ് നിറഞ്ഞതുകൊണ്ടാണെന്നാ. അപ്പൊ നല്ലോണം വയറ് നിറഞ്ഞാലേ പിന്നെ നമുക്ക് ഉറക്കിങ്ങനെ താനേ വരും. ചിലപ്പോൾ അതുകൊണ്ടാവാം. ഇപ്പൊ നല്ല പോത്തിറച്ചി, പ്രത്യേകിച്ച് ഇപ്പൊ പോത്തിറച്ചി മൂരി വെച്ചൊക്കെ തിന്നാൻ തുടങ്ങിയ ഉറക്ക് താനേ വരും. നല്ല ഉറക്കിങ്ങനെ വരും. ഇറച്ചിയല്ലേ ഫുൾ ടൈം തിന്നത്. നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച്. ഗൾഫിലാണെങ്കിൽ അവർക്ക് കിട്ടുമെന്ന് അറിയില്ല. ഇതേമാതിരി കിട്ടുമോ അവിടെ? നാട്ടിലത്തെ മാതിരി അങ്ങനെ കിട്ടുമോ ഗൾഫിൽ? എനിക്കറിയില്ല. ഇങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. ഇല്ലല്ലോ, ഇല്ല. യെസ്സുന്ന് അടിക്കുന്നത്. അപ്പൊ രണ്ടും കൂടി സ്നോ ആയിക്കോട്ടെ. യെസ്സും നോയും കൂടെ സ്നോ ആയിക്കോട്ടെ. രണ്ടഭിപ്രായം കാണുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ ഇറച്ചി കൂടുതൽ തിന്നാൽ ഉറക്ക് വല്ലാതെ വരും കേട്ടോ. ഫുൾ ടൈം നമ്മൾ രാവിലെയും മുറിച്ച്, ഉച്ചക്കും മുറിച്ച്, രാത്രിയും മുറിച്ച്, ഉൽഹിയ്യത്തിന്റെ ഇറച്ചി മുഴുവൻ തീരണ്ടേ. അപ്പൊ അതുകൊണ്ട് ഉൽഹിയ്യത്തിന്റെ ഇറച്ചി തിന്ന് കുത്തലെടുക്കുന്നുണ്ടാവുമെന്നാണ് അബൂ സുലൈം ഉസ്താദ് പറയുന്നത്. നാട്ടിലുള്ള ഇറച്ചിന്റെ ഇഷ്ടംപോലെ ഇറച്ചി കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഒരു കാരണമാണ്. വേറെ നല്ലപോലെ നിറച്ച് ഉറങ്ങിയാൽ അവന് കൂടുതൽ ഉറങ്ങാൻ കഴിയുന്ന, ഉറങ്ങിപ്പോകുന്ന. ഉറക്കത്തിന് നിയന്ത്രണം വേണം. വയറ് നല്ല നിറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉറങ്ങും. അതുപോലെ തന്നെ അങ്ങനെ ഉറങ്ങിയ വേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ മനസ്സൊക്കെ കടുത്തതായി പോകുന്ന, കൂടുതൽ സമയം ഉറങ്ങുന്ന ആളുടെ മനസ്സ് കടുത്ത മനസ്സായി പോകും. അലിവില്ലാത്ത മനസ്സാവും. പട്ടാളക്കാരായ ആളുകൾക്ക്, അതിർത്തി കളിക്കുന്ന പട്ടാളക്കാർക്ക് നല്ല മൂരിയിറച്ചിയാണ് കൊടുക്കാറുള്ളത്. അതും വേവിക്കാതെ, കൂടുതൽ വേവിക്കാതെ കൊടുക്കും. കൂടുതൽ വേവിക്കാതെ മൂരിയിറച്ചി തിന്നാൽ മനസ്സ് വല്ലാതെ കട്ടിയുള്ള മനസ്സാകും. ദയ എന്ന വസ്തു മനസ്സിൽ നഷ്ടപ്പെട്ടു പോകും. ദയ തോന്നിയാൽ വെടിവെക്കാൻ കഴിയില്ല. പോത്തിറച്ചിക്ക് അങ്ങനെയല്ല, മൂരിയിറച്ചിയാകുമാണ് പ്രശ്നം. കൂടുതൽ വേവിക്കാതെ മൂരിയിറച്ചി തിന്നാൽ നല്ലപോലെ ഈ നമുക്ക് സ്നേഹം കുറയുന്ന. അപ്പൊ അതുകൊണ്ട് അതിർത്തിയാക്കുന്ന പട്ടാളക്കാരൊക്കെ കൂടുതലും അതാണ് ഭക്ഷിക്കാറുള്ളത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ വിഷയം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പട്ടാളക്കാരനായ മനുഷ്യനോട്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, കൂടുതലായിട്ട് പോകൂല, കടിച്ചു മുറിച്ച് തിന്നേണ്ട രൂപത്തിലാണ് തരിക, കൂടുതൽ അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതിലങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ അങ്ങനെ ഒരു വിഷയം ഉണ്ടോ എന്ന് അദ്ദേഹം അപ്പോഴാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വിഷയമുണ്ട്. മനസ്സ് വല്ലാതെ കടുത്തതാവും. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞു, ഏതൊരു വസ്തുവിന് സക്കാത്തുണ്ട് എന്നാ. അപ്പൊ ശരീരത്തിന് സക്കാത്ത് വിശപ്പാണ്. അപ്പൊ ശരി, അല്പം ഒരു വിശപ്പിന്റെ വേണം, ശരീരത്തിന് വേണം. എപ്പോഴും ഫുള്ളായി ഇങ്ങനെ ദമ്മായി കിടന്നാല് പിന്നെ നമുക്ക് ദുനിയാവ് തന്നെ മറന്നു പോകും. തീരെ ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഏതായിരുന്നാലും നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഉറങ്ങുക. അതാണ് താജു നല്ലത്. എണീക്കാൻ വല്ലാതെ മടിയുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ വലിയ ഉറക്കനായിരുന്നു. ഉമ്മ പറഞ്ഞൊക്കെ വല്ലാത്ത ഉറക്കായിരുന്നു, എണീക്കൂല. അസത്ത് ഉമ്മയുടെ കയ്യിലെ മരുന്ന് ചൂരലൊന്നുമല്ല, നല്ല തണുത്ത വെള്ളം, ഒരു കപ്പ് വെള്ളമായിട്ട് അങ്ങനെ രാവിലെ വിളിക്കാൻ വരിക. ആ വെള്ളത്തിന്റെ കപ്പ് കാണുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യും?
മെല്ലെ പാടെ എണീറ്റ് ഓടും. കാരണം അത് രാവിലെ തന്നെ തണുപ്പുള്ള സമയത്ത് ആ വെള്ളത്തിന്റെ ഒരു തുള്ളി ശരീരത്തിലേക്ക് വീണാലേ അത് വല്ലാത്തൊരു വിഷമം. ഇത് പറഞ്ഞാൽ ഞാൻ ഓർക്കാണ്ട്, വിഷയത്തിലേക്ക് പോകുന്നില്ല, വിഷയം 11 മണിക്കാണ്, മുമ്പ് 10 മിനിറ്റ് ഉണ്ടല്ലോ. ഞാൻ ഓർക്കുന്നു, ഞങ്ങള് പിന്നെ ആദൂർ, നമ്മുടെ പിന്നെ SSF ആദൂരിന്റെ ഒക്കെ നാട്ടില്, അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ദർസോദാൻ പോയത്. ആദൂർ എന്ന സ്ഥലത്ത്, റഫീഖാദൂർ നാട്ടില്, ആ പള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട് ദർസോദാൻ പോയത്. അവിടെ അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. ആ ഓതാൻ പോയ സമയത്ത് 14 വയസ്സ് ആ പ്രായത്തിലാണ് ഞാൻ പോയിട്ടുള്ളത്. 13 or 14 വയസ്സുണ്ട്. ഈ ഒരു സമയത്ത് ഞാനവിടെ പോയ ആ ഒരു കൊല്ലത്തിൽ എണീക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആ രൂപത്തിൽ എണീറ്റ് പഠിച്ച ആളുകളാണല്ലോ. പള്ളിയിൽ വരുമ്പോൾ അതിന്റെ രൂപങ്ങളൊക്കെ മാറി സുബഹിക്ക് തന്നെ സുബഹിന് മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, എന്ന് സുബഹി നിസ്കരിക്കണം. അതൊക്കെ വലിയ കഷ്ടപ്പാട് തന്നെയാണ് അന്നത്തെ അവസ്ഥ നോക്കിയാൽ. കാരണം തണുപ്പുള്ള സമയം കൂടിയാണ്, പറയുകയും വേണ്ട. പക്ഷെ എങ്ങനെയത് എണീക്കാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എണീക്കണം എന്ന് വിചാരിച്ച് തന്നെ കിടക്കും. പക്ഷെ കിടന്ന് ഒരു വിളി വന്ന് മുക്കർക്ക വന്ന് വിളിച്ചു പോകും. അതിലെണീക്കുന്നവർക്ക് എണീക്കും. രണ്ടാമത് വീണ്ടും എന്നെപ്പോലത്തെ കുറച്ച് ആളുകളൊക്കെ പിന്നെയും കിടക്കും. കാരണം രണ്ടാമത്തെ വിളി കേൾക്കണമല്ലോ. ആ രണ്ടാമത്തെ വിളി കാത്തങ്ങനെ കിടക്കും. രണ്ടാമത്തെ വിളി അദ്ദേഹം വിളിക്കൽ എങ്ങനെയാണെന്നറിയോ, ഒരു വലിയ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരിക, വലിയ ബക്കറ്റ് നിറച്ചും വെള്ളമായിട്ട് കപ്പും എടുത്ത് വരിക, എന്നിട്ട് ഓരോരുത്തർക്ക് വീശം കൊണ്ട് ഒഴിക്കുക. സുബ്ഹാനല്ലാഹ്, ചിലപ്പം പൊതുപ്പടക്കം നനഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം പായൊക്കെ നമ്മൾ എണീറ്റ് ആദ്യം ചെയ്യുന്ന പരിപാടി പൊതുപ്പും പായം കൊണ്ട് വാർപ്പന്റെ മുകളിൽ കൊണ്ട് ടെറസിന്റെ മുകളിൽ ചിക്കിയിട്ടായിരിക്കും ആദ്യത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ടേ മോൻ കഴുകാൻ പോകുള്ളൂ. അതാണ് രണ്ടാമത്തെ സെക്ഷൻ. ഇനി അതിലും എണീക്കാത്ത ചില ഗുരുതന്മാരുണ്ട്. വെള്ളമായാലകത്ത് ഉടച്ച് അത് ചിലപ്പം കൂടും ബ്രഷ് കിട്ടിയാൽ വായം കൂടും തേക്കാമെന്ന രൂപത്തിൽ അങ്ങനെ കിടന്നിറങ്ങുന്ന സാഹിബന്മാരുമുണ്ട്. അവർക്കുള്ള മൂന്നാമത്തെ മരുന്ന് ഉസ്താദിനെ മരുന്നായിരുന്നു. ഉസ്താദ് നല്ല വടിയായിട്ട് വരും. ആ വരുന്ന വരവ് നമുക്ക് താഴെ അറിയാം. ഈ വടി ഈ അന്നുണ്ടായത് അവിടെ കോണിയുടെ ഓരോ പടിയിലും കൊണ്ട് ഓരോ അയ്യിലൂടെ വടി ഇങ്ങനെ തട്ടിച്ചിട്ടാ വരിക. അത് ഈ സൗണ്ട് കേട്ടിട്ട് കുറെ വിദ്വാന്മാർ എണീക്കും. എന്നിട്ടും എണീക്കാത്തവരെ മാത്രമേ ഉസ്താദ് അടിക്കുള്ളൂ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ മുകളിലേക്ക് വന്ന് വടിയെടുത്ത് തുടങ്ങും. വടി ആദ്യത്തെ 1-2 ആക്കി കിട്ടുമ്പോഴേക്ക് വാക്കിലൊക്കെ ചടപടോന്ന് ഓടുകയും ചെയ്യും. ഇങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇങ്ങനെയാണെങ്കിലും ചില സമയത്ത് ഈ മുക്രിക്ക അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു തആല അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കുമാറാവട്ടെ, ആരോഗ്യമുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അദ്ദേഹം ചില സമയത്ത് 2ാം പ്രാവശ്യം എണീക്കാൻ മടിയുള്ളത് 1ാം പ്രാവശ്യം തന്നെ വന്നിട്ട് വെള്ളം ഒഴിക്കും. ഇത് വല്ലാതെ അസഹ്യമായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. അതേപോലെ തന്നെ ഇതൊരു പ്രശ്നമായി തോന്നുമ്പോൾ ഒരു ദിവസം ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിദ്വാൻ, എത്രയായാലും അവസാനത്തെ ട്രിപ്പിന്റെ ആളാണ്, ഉസ്താദിന്റെ അടി വാങ്ങേണ്ട ആളാണ്. അങ്ങനെ ഒരു ദിവസം അവൻ നേരത്തെ എണീറ്റു. ഈ മുക്കർക്കാനെ പറ്റിക്കണം എന്ന ഉദ്ദേശത്തോട് നേരത്തെ എണീറ്റിട്ട് ഇവൻ എണീറ്റ് പായ നിർത്തി വെച്ചിട്ട് അവിടെ സൈഡിൽ കുറെ കല്ലുകളൊക്കെ ഉണ്ട്. ആ കല്ലുകളെല്ലാം പെറുക്കി കൂട്ടി വെച്ച് നല്ലപോലെ ഒരു അമ്മുണ്ട്, പഴയ കാലത്ത് ഒരു അമ്മുണ്ട് ഇതിന്റെ മുകളിൽ. അപ്പൊ അവിടെ ക്യാൻറ്റീനിൽ ഉപയോഗിച്ചിരുന്ന അമ്മിയാന്ന് തോന്നുന്നുണ്ട്. ഏതെല്ലാം അമ്മിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് നല്ലപോലെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവിടെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അവനെ എണീറ്റ് പോയി. അങ്ങനെ മുക്കർക്ക് ആദ്യം പ്രാവശ്യം വന്നു, നല്ലപോലെ വെള്ളം കൊടുഞ്ഞു, എണീറ്റ് പോയി. ഇവന് ഈ ചെങ്ങ എണീക്കുന്നില്ലല്ലോ. 2ാം പ്രാവശ്യം വന്നു. 3ാം പ്രാവശ്യം ഇയാൾക്ക് ദേഷ്യം പിടിച്ച് ഒരൊറ്റയടിയും കൊടുത്തു കാലുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലവിടുന്ന് മുറിഞ്ഞുപോയി. മുറിഞ്ഞിട്ട് നല്ല വേദനയായിപ്പോയി, ഉളുക്കിപ്പോയി. കാരണം അമ്മിക്കിട്ടാണ് അടിച്ചത്. അപ്പൊ അങ്ങനെയും കുറെ വിക്രസുകൾ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നു. ഏതായാലും ചെയ്യാൻ പാടുണ്ടോ പാടില്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ അതിന് നല്ല പ്രചോദനമായിരുന്നു. അങ്ങനെ അമ്മ ചെയ്യുക, അങ്ങനെ പറ്റിക്കാൻ. അന്ന് എണീക്കുന്ന വിഷയത്തിൽ ഭയങ്കര നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസം ഉണ്ടാക്കുന്ന വിഷയമാണ്. അപ്പൊ പ്രയാസപ്പെടുത്തുന്ന ആളുകളെ കുറിച്ച് നമുക്ക് വല്ലാതെ ദേഷ്യമാണ് അന്ന്. പക്ഷെ പിന്നീടല്ല അതിനെ കുറിച്ച് ചിന്തിക്കുക. രാവിലെ എണീറ്റാനുള്ള ഗുണം എന്താണ്, ആ സമയത്ത് ഹജ്ജിന് എണീക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ, ഇതൊക്കെ പിന്നീടേ അറിയുള്ളൂ. ചെറുക്കത്തിൽ അതൊന്നും അറിയില്ല. അന്നൊക്കെ ഒരു വികൃതിയാണ്. അങ്ങനത്തെ കുറെ വികൃതികൾ പണ്ടുകാലത്ത് ചെയ്തിരുന്നു എന്നാ പറഞ്ഞത്. അതേസമയത്ത് ഞാൻ പറഞ്ഞു വന്നു, രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ ഒരു മരുന്നും കൂടെ ഉണ്ട്. നമുക്ക് അല്പം വെള്ളം കൊണ്ട് വെച്ചാൽ അങ്ങനെ എണീക്കുന്ന ആളുകളും ഉണ്ട്. അതും ഒരു മരുന്നായി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോ ഒന്നാമത്തെ കാരണം ഇത് തന്നെ, നമ്മൾ വയറ് നിറച്ച് ഉണ്ണുക. ഇതാണ് ഒന്നാമത് നമ്മൾ എണീക്കാതിരിക്കാനുള്ള കാരണം. എന്താണ്? വയറ് നിറച്ച് നമ്മൾ ഉണ്ണുക എന്നുള്ളതാണ്. ഏബിസ്ഥാൻ അടി കിട്ടിയിട്ട് പറയുന്നുണ്ട്. കാരണം സുബഹിക്ക് എണീക്കാത്തില്ലേ. കാരണം അത് ഉസ്താദന്മാർ എണീപ്പിക്കല് ഒരു ബാധ്യല്ല, നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടവരല്ലേ.
അപ്പൊ അതിനുള്ളൊരു പഠിപ്പിക്കലാണത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി എണീച്ചോളണം. ഇന്നും ഓർമ്മകൾ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക് എണീക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എണീച്ചു പോകില്ലല്ലോ. നമ്മളെങ്ങനെങ്കിലും ഇന്നിപ്പോ ആരും നോക്കാനില്ല, നമ്മൾ തന്നെയല്ല വലിയ ഉസ്താദ്മാര്, അത് നമ്മളാരും നോക്കാനുണ്ടോ? പക്ഷെ അന്ന് അവരുടെ ശിക്ഷണത്തിൽ നമ്മൾ ജീവിച്ചത് കൊണ്ടാണ് ഇന്നൊക്കെ നമുക്ക് എണീക്കാൻ കഴിയുന്നത്. അല്ലെങ്കിലോ അവർ ശിക്ഷണം ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും എണീറ്റോട്ടെ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എണീക്കുകയില്ല. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ്മാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മളെ പഠിപ്പിച്ച ഉസ്താദ്മാരിൽ മരണപ്പെട്ട ഉസ്താദ്മാരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യാം. ഓർമ്മയിൽ വരുന്ന ഒരുപാട് ഉസ്താദ്മാരുടെ ചരിത്രങ്ങളും ഓർമ്മയിൽ മനസ്സിൽ വരും. ഒരുപാട് ഉസ്താദ്മാരടുത്ത് ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചില്ല, ഒരാളെ വെച്ച് ബാക്കിയെല്ലാവരും ഇന്ന് ജീവിച്ച ഇരിപ്പുണ്ട്. ഏതായിരുന്നാലും നമ്മൾ പഠിപ്പിച്ച ഒരുപാട് ഉസ്താദ്മാർ, ചില ഒരു 1-2 ഉസ്താദ്മാരുണ്ട് നമ്മൾ ഇടക്കാലത്ത് വന്ന് നമ്മൾ ഹജ്ജിന് പ്രാവശ്യം അതൊക്കെ പഠിപ്പിച്ച ഉസ്താദ്മാർ. അങ്ങനത്തെ ഒരുപാട് ഉസ്താദ്മാരിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകളിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം വാങ്ങൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയമാണ്, വാങ്ങൊടുക്കുന്ന വിഷയത്തിലൊക്കെ പല ആളുകളും പല രൂപത്തിലും ചെയ്യാറുണ്ടായിരുന്നു. ചിലപ്പോൾ അയ്യാലസ്വലൊക്കെ 2 പ്രാവശ്യം തിരിയുമ്പോൾ വല്ല ഭാഗത്തൊക്കെ തിരിയും, അയ്യാൽഫല 2 പ്രാവശ്യം 7 ഭാഗത്ത് തിരിയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പല രൂപങ്ങൾ മനസ്സിലാക്കിയത് ഇതുപോലത്തെ ഒരുപാട് ഉസ്താദ്മാരിൽ നിന്നാണ്. ഏതായിരുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല അതൊന്നും വിശദീകരിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ് ഉസ്താദ്മാർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. അപ്പൊ എണീക്കാൻ വിഷമമുണ്ടെങ്കിൽ തീറ്റ അല്പം കുറച്ചാൽ മതി, എന്നാൽ നമുക്ക് സുഖമായിട്ട് എണീക്കാൻ കഴിയും എന്ന വിഷയം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എണീക്കണമെങ്കിൽ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ നമുക്ക് എണീക്കാൻ കഴിയും. ഇടതുഭാഗത്തേക്കാണ് നമ്മൾ ചെരിഞ്ഞു കിടക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഉറങ്ങാനും കഴിയും. ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഇതിന് ചെറിയൊരു പോംവഴി എന്ന രൂപത്തിലുള്ളത്. മഹാന്മാർ റസൂലാത്തങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരൊക്കെ പഠിപ്പിച്ച കുറെ സൂത്രങ്ങളാണത്. തീറ്റ, രാത്രിയുള്ള ഭക്ഷണം കഴിയുന്നത് ലഘൂകരിക്കൽ ഏറ്റവും ആരോഗ്യത്തിനും നല്ലതാണ്. ഉച്ചക്കൊക്കെ വേറെ തിന്നാലും തിന്നണമെന്നല്ല, ഇനി അഥവാ തിന്നാൽ തന്നെ രാത്രി 1, 2, 3 ചപ്പാത്തിയോ അല്ലെങ്കിൽ അല്പം ചോറോ ഒക്കെ തിന്ന് ജീവിക്കലായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് വിചാരിച്ച സമയത്തൊക്കെ എണീക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്ത് കുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു എന്ന് തുടങ്ങിയ അവിടുന്ന് അങ്ങോട്ട് അവസാനത്തെ വരെയുള്ള 2 ആയത്ത്, ഈ ആയത്ത് നമ്മൾ ഓതിയിട്ട് കയ്യിൽ ഊതുക, ശരീരമാസകലം തടവുക, എന്നിട്ട് റബ്ബിനോട് പറയാം, പടച്ചവനെ എനിക്ക് ഇന്ന ആവശ്യമുള്ളത് കൊണ്ട് ഇന്ന സമയത്ത് തന്നെ എണീപ്പിക്കണേ എന്ന് നിങ്ങൾ മനസ്സിലറിഞ്ഞ് കിടക്കാൻ സമയത്ത് അത് മനസ്സിൽ നിയ്യത്ത് ചെയ്ത് ഈ ഖുർആൻ ഓതി നിങ്ങൾ അള്ളാഹു നല്ല എന്തെങ്കിലും ദിക്ർ ചൊല്ലി, അള്ളാഹുവിന്റെ മേൽ ഓർത്തുകൊണ്ടുള്ള ഏതെങ്കിലും നല്ല ദിക്റുകൾ ചൊല്ലി നിങ്ങൾ കിടന്നാൽ തീർച്ചയായും നിങ്ങൾ ആ സമയത്ത് തന്നെ എണീറ്റ് കിട്ടും. യാതൊരു സംശയവും ഏറ്റവും നല്ല ക്ലോക്കാണ്. വേറെ ഒരു അലാറും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും ഖുർആനായത്ത് 2 ആയത്ത് നല്ലപോലെ നമ്മൾ ഓതിക്കിടന്നാൽ മതി, നമുക്ക് ആ സമയത്ത് എണീക്കാൻ കഴിയും. അത് അനുഭവങ്ങളാണ്, നമുക്ക് ആ സമയത്ത് ചെയ്യാൻ കിതാബിലൊക്കെ അത് കാണാം. ഏതായിരുന്നാലും ആ ഒരു മരുന്നും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഇനിയിപ്പോ താജു നാളെ മുതൽ ഞാൻ എണീക്കാൻ ബുദ്ധിമുട്ടായെന്ന വിഷമം തോന്നണ്ട എന്ന് ചെറിയ താജു ഒരു മരുന്നും കൊണ്ട് കൊടുത്താണ്. പിന്നെ ഏതായിരുന്നാലും മറ്റു വിഷയങ്ങളിലേക്ക് ഇനി കൂടുതൽ ഞാൻ കിടക്കുന്നില്ല. കാരണം എന്റെ സമയം 11 മണിയാണ്. 11 മണി മുതൽ നമുക്ക് തുടങ്ങാനുള്ള ക്ലാസ് വീട് നിർമ്മിക്കുമ്പോൾ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അപ്പൊ വീടൊക്കെ ഉണ്ടാക്കണം ഉദ്ദേശത്തോടെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനും ഇത് പഠിച്ചെടുക്കേണ്ട വിഷയമാണല്ലോ. അപ്പൊ എന്നെ പഠിപ്പിക്കലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അതോടൊപ്പം ഞാൻ പഠിക്കുമ്പോൾ നിങ്ങളും അത് കേട്ട് മനസ്സിലാക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് ഞാൻ കുറെ നോക്കി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കി ജീവിക്കാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നല്ലതിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകുന്ന വീട്, ആ വീടുകളിലൊക്കെ പിന്നെ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. നല്ല ബർക്കത്തുള്ള വീട് നിർമ്മിക്കാനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. നിർമ്മിച്ച വീട്ടിൽ അല്ലാഹു തആല പ്രത്യേകിച്ച് ബർക്കത്ത് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും എന്റെ ടൈം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിൽ 162, 163 ഐഡിയ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള ഐഡിയകൾ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞത് താജു പറഞ്ഞ പോലെ ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ടാവാം. അവരെണീറ്റ് വന്ന് എഡിറ്റ് ചെയ്യുമ്പോഴേക്ക് കുറെ അങ്ങ് ഐഡിയ എത്തും. കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്, കുറച്ചങ്ങ് വഴുകിപ്പോവും.
ഏതായാലും ഞാൻ ആദ്യമായി ചോദിക്കട്ടെ നിങ്ങളെ കൂട്ടത്തിൽ, ആദ്യമായി ലോകത്തുണ്ടായ വീട് ഏതാണ്? ആദ്യമായി ലോകത്തുണ്ടായ വീട് ആർക്കെല്ലാം അറിയോ? ആദ്യമായി ലോകത്തുണ്ടായ വീട് താജ് വരച്ചു കഅബയാണ്. കഅബ ഷരീഫിന് താജ് അടിച്ചു. വേറെ ആർക്കും അറിയില്ല, അല്ല ആളില്ലാത്തതുകൊണ്ടാണോ? അല്ല, വരുന്നുണ്ട് അല്ലേ. ശരി, ആദ്യമുണ്ടായ വീട് കഅബയാണ്, പരിശുദ്ധമായ കഅബ. ഈ കഅബ നിർമ്മിച്ചത് ആരാന്നറിയോ? കഅബയുടെ ആദ്യ നിർമ്മാണം നടത്തിയത്, ആദ്യമായി കഅബയുടെ നിർമ്മാണം നടത്തിയ ആദ്യമായി ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ മനുഷ്യൻ. ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ പ്രവാചകൻ. ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യമായി വീടുണ്ടാക്കിയത് കഅബ ഷരീഫ് ആണ് എന്ന് കിതാബിൽ കാണാം. അപ്പൊ പിന്നെ അവിടെ വേറെ കുറെ സംശയങ്ങളുണ്ട് അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട് നിർമ്മിച്ച സമയത്ത് അവിടെ ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്നൊക്കെ ദുആ ചെയ്തു എന്ന് ഖുർആനില്ലേ? അപ്പൊ അതെങ്ങനെ? അപ്പൊ നമ്മുടെ വ്യത്യാസം വേണ്ടതില്ല. അത് പുനർനിർമ്മാണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ചതെന്ന് കാണാം. അപ്പൊ ആദ്യമായി വീട് നിർമ്മിച്ചത്, അല്ലെങ്കിൽ ആദ്യമായി ലോകത്തുണ്ടാക്കിയ വീട് ലല്ലദീ ബിബക്കത്ത മുബാറക എന്ന് തന്നെ പറഞ്ഞിട്ട്, മക്കയിലുള്ള ആദ്യത്തെ വീട് അല്ലെ? ഈ വീട് ആദ്യമായി ഉണ്ടാക്കിയത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പക്ഷേ ഖുർആനിലെ ആൽ ഇംറാൻ സൂറത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ വീട് മസ്ജിദുൽ ഹറാമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇങ്ങനെ വീടുണ്ടാക്കുന്ന വിഷയങ്ങൾ പറഞ്ഞു, സ്ഥലം കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവിടെ വീടുണ്ടാക്കിയതെന്ന് കിതാബിൽ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീട് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറഞ്ഞു മാത്രം. ഏതായിരുന്നാലും എന്നാൽ നമുക്കും ഒരു വീട് വേണ്ടേ? ആദ്യമായി വീടുണ്ടാക്കിയത് രണ്ടാമത്തെ വീട് മസ്ജിദുൽ അഖ്സയാണെന്ന് അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ വീട് മസ്ജിദുൽ അഖ്സയാണെന്ന് അഭിപ്രായമുണ്ട്. രണ്ടാമതുണ്ടാക്കിയ വീട് മഹാന്മാർ ചോദിച്ചിട്ടുണ്ട്, രണ്ട് വീടിന്റെ ഇടയിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? ആദ്യത്തെ വീട് കഅബയും രണ്ടാമത്തെ വീട് മസ്ജിദുൽ അഖ്സയുമാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞു രണ്ടാമത്തെ വീട് മസ്ജിദുൽ അഖ്സയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ രണ്ട് വീട് തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ട് വീടിന്റെയും ഇടയ്ക്ക് 40 വർഷത്തെ വ്യത്യാസമുണ്ട് എന്നാ. 40 വർഷത്തെ വ്യത്യാസമുണ്ട് രണ്ട് വീടിന്റെ ഇടയിൽ. അപ്പൊ അന്നൊക്കെ പഴയ കാലത്ത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാലോ, ഒരു വീടുണ്ടാക്കി എത്ര വിട്ടിട്ടാണ് ഒരു വീടുണ്ടാക്കുക അല്ലെ? നാട്ടില് അവിടെയും ഇവിടെയും കുറച്ച് വീടുകൾ. ഇന്നോ വീടുകൾ നിറഞ്ഞിരിക്കുക, എന്നെവിടെയും വീട് വെക്കാൻ സ്ഥലമില്ല. ഇതിലുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയും. ഒരു സെന്റ് സ്ഥലത്തിന് പണ്ടത്തെ 1 ഏക്കറുടെ വില ഇന്ന് വന്നിരിക്കുക. വല്ലാത്ത വില. ഇന്ന് നാട്ടിലൊക്കെ വീട് സ്ഥലമില്ല, ഉള്ള സ്ഥലത്താണ് ഭയങ്കര വിലയും. ഇന്ന് പാവങ്ങളായ ആളുകൾക്ക് വീട് വെക്കാൻ സ്ഥലമില്ലാത്ത കഷ്ടപ്പെടുക. ഇന്നത്തെ അവസ്ഥ ഏതാണ്? ഏതായിരുന്നാലും പഴയ കാലത്തൊക്കെ വീട്, പക്ഷെ ഇന്ന് അതല്ല. എല്ലാ സ്ഥലത്തും വീട് നിറഞ്ഞ് വീട് വെക്കാനുള്ള സ്ഥലമില്ല. ഏതായിരുന്നാലും നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താ? നിങ്ങൾക്ക് ആർക്കും അറിയുന്നൊരു ടെക്സ്റ്റ് എടുക്കുക. എന്തിനാ അറിയോ? നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളെ ഉറക്കുന്ന ഒഴിവാകുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ആദ്യമായി നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ അറിയില്ലേ? അതെന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഞാൻ DC ഒന്നും അല്ലല്ലോ. ചിലപ്പോ അങ്ങനെ ഉണ്ടോ? ഞാൻ DC ആണോ? കട്ടുണ്ടോ? നാട്ടിലെ 2G ആണേ, 3G അല്ല. പിന്നെ DC അല്ലല്ലേ കേൾക്കുന്നു. ശരിയാണ്. ആദ്യം നമ്മൾ സ്ഥലമാണ് നിർണ്ണയിക്കേണ്ടത് അല്ലേ? വീടുണ്ടാക്കണമെങ്കിൽ ആദ്യം സ്ഥലം വേണ്ടേ? അപ്പൊ നല്ല ആദ്യം അഭിപ്രായം ചോദിക്കണം വീടിനെ കുറിച്ച്. ശരിയാണ്, അഭിപ്രായമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്ഥലം നമ്മൾ കണ്ടെത്തണം. വീട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥലം കണ്ടെത്തണം. അപ്പൊ ഈ സ്ഥലം നോക്കാൻ ഇന്ന് സ്വതവേ ആളുകളെ മനസ്സിലാക്കി എന്താ അറിയോ? നമ്മൾ തെറ്റിദ്ധാരണയാണ്. ആളുകൾ മനസ്സിലാക്കി സ്ഥലം നോക്കാനും കുറ്റിയടിക്കാനൊക്കെ നാശാരിമാർ തന്നെ വേണം, വേറെ ആൾക്ക് കുറ്റിയടിച്ചാൽ വീടാവൂല എന്നാണ് ഇല്ലേ? അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. ആശാരുണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? വീട് ഉണ്ടാവുള്ളൂ. ആശാരില്ലാതെ വീടുണ്ടാവൂല. പക്ഷെ അതല്ല, നമ്മൾ വീട് നോക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും മഹാന്മാരായ ആളുകൾ, അവരോട് ചോദിച്ച് വീടിന് സ്ഥലം കണ്ടെത്തണം എന്നാണ്.
എല്ലാ സ്ഥലവും ഒരേപോലെയല്ല. ചില സ്ഥലങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ചില സ്ഥലങ്ങൾക്ക് പിശാചിന്റെ രാജ്യമുള്ള സ്ഥലങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിക്ക് നടന്നു വരുമ്പോൾ സഹാബത്തിനോട് കൂടെ വരികയാണ്. ക്ഷീണം കാരണം ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. അവിടുന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഏൽപ്പിച്ചു. ഹദീസിൽ കാണാം, ബിലാലെ നിങ്ങൾ ഉറക്കമൊഴിഞ്ഞിരിക്കുക, എന്നിട്ട് ഞങ്ങൾ അല്പം ഉറങ്ങട്ടെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഞങ്ങളെ വിളിച്ചുണർത്തുക, എന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം. സുബഹി അല്ലെങ്കിൽ ഖളാ ആയിപ്പോകും. ഈ വിഷയത്തിൽ അവരെ ബിലാൽ റളിയല്ലാഹു തആല അവിടെ നിർത്തി കാവൽ നിർത്തി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ബിലാൽ റളിയല്ലാഹു തആല ഉറങ്ങിപ്പോയി. എല്ലാവരും ഉറങ്ങി. റസൂലുള്ളാഹി സഹാബത്ത് മൊത്തം ഉറങ്ങി. നിസ്കാരം ഖളാ ആയതിനു ശേഷമാണ് എഴുന്നേറ്റത്. അങ്ങനെ സഹാബത്തെല്ലാം ഞെട്ടി എണീറ്റ് ബിലാൽ റളിയല്ലാഹു നോക്കുന്നത്. ബിലാൽ നല്ല ഉറക്കിലാണ്. എന്നാൽ വിളിച്ചുണർത്തി. ബിലാൽ റളിയല്ലാഹു പറയുന്നു, ഞാൻ ഉറങ്ങിപ്പോയി നബിയെ, അറിയില്ല, ഞാൻ ഇങ്ങനെ കാത്തിരുന്നു, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നമുക്ക് ഖളാ വീടൽ ഇവിടുന്ന് വെച്ച് വേണ്ട, നമുക്ക് അല്പം കൂടി പോകാം. കാരണം എന്താ, ഈ സ്ഥലം ഇത് പിശാചിന്റെ ഏരിയയാണ്. ഇവിടെ പിശാച് ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ പിശാചുള്ള ഈ താഴ്വരയിൽ നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. എന്നിട്ട് അവർ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയതിനു ശേഷമാണ് ഖളാ വീട്ടിയത് എന്ന് മിർഖാത്തിൽ ആ ഹദീസ് കാണാൻ നമുക്ക്. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഒരേപോലെയല്ല. ഇപ്പൊ എനിക്കറിയാം, നമ്മുടെ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ വീടുണ്ടാക്കാൻ പറ്റൂല എന്ന് പല ആളുകളും, മഹാന്മാരായ പല ആളുകളും പറഞ്ഞു അവിടെ വീടുണ്ടാക്കാൻ പറ്റൂല. ഈ വീടുണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ജമാഅത്തുകാരൻ പറഞ്ഞു, എന്താ വീടുണ്ടാക്കിയാൽ അവിടെ വീട് പൊങ്ങൂലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവിടെ വീടുണ്ടാക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് സുന്നികളായ ആളുകളൊന്നും അവിടെ സ്ഥലമെടുക്കാത്തത്. പക്ഷെ തുലിയുടെ വിലയിൽ ഇദ്ദേഹം വീടിന് അവിടെ സ്ഥലം വാങ്ങി. എന്നാൽ വീടുണ്ടാക്കാൻ പറ്റൂല, ഞാനും നോക്കട്ടെ എന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വീടുണ്ടാക്കി. അതേ രസം, ലക്ഷങ്ങൾ ചെലവഴിച്ച് അദ്ദേഹം വീടുണ്ടാക്കി. ആകെ ഒരാഴ്ച അദ്ദേഹം അവിടെ താമസിച്ചിട്ടുള്ളൂ. ഒരാഴ്ച ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങൾ, അദ്ദേഹം രോഗം മാറുമ്പോഴേക്ക് ഭാര്യയ്ക്ക് രോഗങ്ങൾ, ഇങ്ങനെ രോഗങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. രോഗങ്ങൾ വരാൻ തുടങ്ങിയപ്പോ ഇദ്ദേഹത്തിന് ഇപ്പം എന്തായി, അവസാനം വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. വീട് വാങ്ങാൻ ആള് വേണ്ടേ? ആരും വീട് വാങ്ങുന്നില്ല, എല്ലാവർക്കും അറിയാലോ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, ചില സ്ഥലങ്ങളിൽ അവിടെ വീട് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് വീട് വെക്കുമ്പോൾ നമ്മൾ ആദ്യം നല്ല സ്ഥലം തിരഞ്ഞെടുക്കണം. ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ മഹാന്മാരായ ആളുകളുടെ സേവനം നമ്മൾ തേടണം. മഹാന്മാരോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ നോക്കിയിരുന്നു. അനുയോജ്യമായ സ്ഥലങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. അതൊക്കെ ഹദീസ് തെളിവുണ്ട് നമുക്ക്. അതേപോലത്തെ ഉസ്മാൻ റളിയല്ലാഹു തആല വീട് നിൽക്കുന്ന സ്ഥലം റസൂലുള്ളാഹി തങ്ങളെ കാണിച്ചു കൊടുത്ത സ്ഥലമാണെന്ന് ഹദീസിൽ കാണാം. അവിടെ മദീനയിലുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെച്ച സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ ഉസ്മാൻ, നിങ്ങൾ ഇവിടെ വീടുണ്ടാക്കുക, നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇതാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീടുണ്ടാക്കാനുള്ള സ്ഥലം റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇന്ന് കിതാബിൽ കാണാം, തബഖാത്തിലൊക്കെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീട് വെക്കാൻ ആദ്യം നമ്മൾ സ്ഥലം കണ്ടെത്തണം. നല്ലൊരു സ്ഥലം നമ്മൾ ആദ്യം കണ്ടെത്തുക. ഇവിടെ എനിക്ക് വീടുണ്ടാക്കാം. മഹാന്മാരെ ചോദിച്ച് മനസ്സിലാക്കി ഒരു സ്ഥലം നിർണയിക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. വീട് വെക്കുന്ന സമയത്ത് അന്യ ആളുകളെ ആക്രമിച്ചുകൊണ്ടാവാൻ പാടില്ല. മറ്റുള്ളവന്റെ സ്ഥലങ്ങൾ ആക്രമിച്ചെടുത്തുകൊണ്ട് നമ്മൾ വീടുണ്ടാക്കാൻ പാടില്ല. നല്ല സ്ഥലമൊക്കെ തന്നെയാണ്, പക്ഷെ അത് അയാളുടെ സ്ഥലമാണ്. എന്നാൽ അയാൾക്ക് പൈസ കൊടുത്തു, അയാൾ വഴങ്ങുന്നില്ല, ഞാൻ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അഹങ്കാരത്തോടുകൂടി ഇവൻ വീടിന്റെ സ്ഥലം പിടിച്ചടക്കിക്കൊണ്ട് വീടുണ്ടാക്കാൻ പാടില്ല. പഴയ കാലത്ത് അങ്ങനത്തെ കുറെ ആളുകൾ വീടുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാം, എന്റെ ചെറുപ്പത്തിൽ ഒരു അമുസ്ലിമായ ഒരു സുഹൃത്ത്, ഒരു വയസ്സായ ഒരാൾ, അദ്ദേഹം പറഞ്ഞിട്ട് ഒരു വേലായുധൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോ അത് ആചാര് കൂടുന്ന സ്ഥലമല്ലേ, ആ ആചാര് കൂടുന്ന സ്ഥലമൊക്കെ നമ്മളുണ്ടായിരുന്നു. അതൊക്കെ എന്റെ അച്ഛനുണ്ടാക്കിയ സ്ഥലമാണ്, അദ്ദേഹം അത് പിടിച്ചടക്കി താമസിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നു. അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള പാവപ്പെട്ടവന്റെ സ്ഥലം പിടിച്ചടക്കി വന്നത് ജന്മിത്തം ഭരണമുള്ള സമയത്ത് ആ കാലഘട്ടത്തിൽ ജിമ്മിമാർക്ക് എന്തും ചെയ്യാം, പാവങ്ങളെ എങ്ങനെയും ദ്രോഹിക്കാമെന്ന ഒരു ചിന്തയുമായി നടന്ന കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ അത് ശരിയല്ല. വീടുണ്ടാക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവന്റെ സ്ഥലം കവർന്നുകൊണ്ടാവരുത്. ഒരു തരി മണ്ണ് വരെ മറ്റുള്ളവന് നമ്മളെ ഈ പറമ്പിലേക്ക് വരാൻ പാടില്ല. അവന്റെ സമ്മതം ചോദിക്കണം.
ഒരു തറ നനയ്ക്കാൻ മണ്ണെടുക്കുമ്പോൾ അവനേതായാലും ഇത് ഇടിക്കല്ലോ എന്ന് വിചാരിച്ച് അവനെ മണ്ണെടുക്കാൻ പറ്റുമോ? പറ്റൂല. അവന്റെ സമ്മതം വേണം. അതിന് വില വേണമെങ്കിൽ വില കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവിടെ വീടുണ്ടാക്കാൻ സ്ഥലമെടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അഷാബി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ചാൻ സ്ഥലം അതിക്രമമായി ആരെങ്കിലും തട്ടിയെടുത്താൽ അവന്റെ കഴുത്തിൽ അന്ത്യനാളിൽ 7 ഭൂമികളെ അല്ലാഹു തആല മാലയായി ചുമക്കുന്നതാണ്. 7 ഭൂമികളെ മാലയാക്കി ഇവന്റെ കഴുത്തിൽ അല്ലാഹു തആല കെട്ടിത്തൂക്കി കൊടുക്കും. എടാ നടക്ക്, ഈ ഭൂമിയുമായി നീ നടക്ക് എന്ന് പറഞ്ഞ കഷ്ടപ്പെടുത്തുന്ന ഒരു സമയം അവൻ മഹ്ശറയിൽ വരാനുണ്ട് എന്ന് അഷാബി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മറ്റുള്ളവന്റെ ഭൂമി ഒരിക്കലും തട്ടിയെടുക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അലി റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം സഹാബത്ത് ചോദിച്ചു, അലി, ഞങ്ങൾക്കൊക്കെ തരാത്ത എന്തെങ്കിലും ഒന്ന്, നിങ്ങളെ മരുമോനാണല്ലോ, നിങ്ങൾ മകളുടെ ഭർത്താവല്ലേ, നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ടോ? അലി റളിയല്ലാഹു തആലയോട് സഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ആ സമയത്ത് അലി റളിയല്ലാഹു തആല പറഞ്ഞു, ഉണ്ട്, നിങ്ങൾക്കാർക്കും തരാത്ത ഒരു അമൂല്യ നിധി എനിക്ക് തന്നിട്ടുണ്ട്. ഈ വാളുറയിലാണ് ഞാനത് സൂക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെ ആ വാളുകൾ സഹാബത്ത് ചോദിച്ചപ്പോൾ വാളുകളിൽ നിന്ന് അലി റളിയല്ലാഹു തആല ഇങ്ങെടുത്തു ഒരു ചെറിയ കടലാസിന്റെ തുണ്ട്, ഒരു ചെറിയ കഷ്ണം എടുത്തു, കുറെ എഴുതി വെച്ചൊരു കഷ്ണം. അത് എടുത്തുകൊണ്ട് അവിടുന്ന് വായിച്ചു. എന്തായിരുന്നു അതിനുണ്ടായിരുന്ന? പുറത്തെടുത്തിട്ട് അതിൽ എഴുതിയ വിഷയം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പഠിപ്പിച്ചു, എനിക്കിവിടെ രേഖപ്പെടുത്തി തന്നതാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവന്റെ പേരിൽ ഒരാൾ മറക്കാൻ പാടില്ല. ബിസ്മി അല്ലാതെ അർത്ഥാൽ അതിന് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നർത്ഥം. അപ്പൊ ബിസ്മി അല്ലാതെ, അള്ളാഹുവിന്റെ പേരല്ലാതെ, പിശാചിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ അമ്പലത്തിലൊക്കെ ചെന്ന് അതുപോലെ മറ്റു വിഷയങ്ങളിലൊക്കെ കുരുതി കൊടുക്കുകയും മറക്കുകയും ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ഇതാണ് സംഭവം. അമുസ്ലിങ്ങളുടെ വിഷയമല്ല, അവർക്ക് അവരുടെ ആചാരം നമ്മൾ എതിർക്കാൻ പാടില്ല. ഒരു മതത്തിനെ നമ്മൾ എതിർക്കാൻ പാടില്ല. അതേസമയത്ത് മുസ്ലിംകളായ ആളുകൾ അമ്പലത്തിലൊക്കെ പോയി നേർച്ചയാക്കുകയും അവിടെ പോയി ബലിയർക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. വീട്ടിലൊക്കെ ഒരുപാട് പാണന്മാരൊക്കെ വന്ന് സിഹിർ ബാത്തിലാക്കാനും സിഹിർ ചെയ്യാനും ഒക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരവിടെ വെച്ച് കോഴിനെയൊക്കെ കുരുതിയറക്കാറുണ്ട്. പലപ്പോഴും അത് കണ്ടുവരുന്ന വിഷയങ്ങളാണ്. പല മുസ്ലിം വീടുകളിലും അത് സംഭവിക്കാറുണ്ട്. എന്ത് പറ്റി ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓടുക എങ്ങോട്ടാ? എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് ഏതെങ്കിലും പാണനോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും അമുസ്ലിങ്ങളായ പൂജാരിമാരുടെ അടുത്തേക്ക് പോവുകയാ. എന്നിട്ട് അവിടെ ചെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാ. ചിലപ്പോൾ കോഴിനെ കുരുതിയിറക്കും, അല്ലെങ്കിൽ ആടിനെ ബലിയിറക്കും. ആർക്ക് വേണ്ടി? അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി, പിശാചുകൾക്ക് വേണ്ടി. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അലി റളിയല്ലാഹു തആല ഒന്ന് പറഞ്ഞത്. പിന്നെ അലി റളിയല്ലാഹു പറഞ്ഞു, രണ്ടാമത്തെ ഈത്ത് വായിച്ചുകൊണ്ട് പറഞ്ഞു, ഭൂമിയുടെ അതിരുകൾ മോഷ്ടിച്ചവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഭൂമിയുടെ അതിര്, നമുക്കെല്ലാവർക്കും ഭൂമിക്ക് ഒരു അതിരിട്ടിട്ടുണ്ടല്ലോ. ഈ ഭൂമിയുടെ അതിര് മോഷ്ടിക്കാൻ പാടില്ല. മറ്റുള്ളവന്റെ ഒരു 1/2 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു തരം മണ്ണ് പോലും നമ്മളെ ഭൂമിയിലേക്കാവാൻ പാടില്ല. അപ്പൊ ഇതിനെ ആരെങ്കിലും ആക്രമിച്ചു കൊണ്ടെടുത്താൽ അവനും അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഞാൻ ഓർക്കുന്നു എന്റെ വല്യപ്പയുടെ കാര്യം ഞാനിപ്പോൾ സ്മരിക്കുക. കാരണം നമുക്ക് അതിരിട്ട സമയത്ത് സാധാരണ എങ്ങനെ അതിരിടുക? രണ്ടുപേരുടെയും സ്ഥലത്തിന്റെ മധ്യത്തിലൂടെയാണ് അതിരിടുക. കാരണം അങ്ങനെ അതിരിട്ടാൽ അവർക്കും നമുക്കും രണ്ടുപേർക്കും സ്ഥലം എന്ത് ചെയ്യും? അതിലുള്ള രണ്ടുപേർക്കും ഒരുമിച്ച് സ്ഥലം കറക്റ്റായി കിട്ടും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് അതിരിടെങ്കിൽ നമ്മളെ ഭാഗത്ത് മാത്രം ഇങ്ങോട്ട് കെട്ടി ആ കെട്ട് മൊത്തം ഇങ്ങോട്ട് വരുന്ന രൂപത്തിലാണ് അതിരിടുക. ഇങ്ങനെ 2 രൂപത്തിലിടും. എന്നാൽ എന്റെ വല്യപ്പയൊക്കെ അതിരിട്ട സമയത്ത് എന്താ ചെയ്തെന്നറിയോ? നമ്മുടെ സ്ഥലത്തിൽ നിന്ന് തന്നെ 1/2 അടി അല്ലെങ്കിൽ ഒരു ചാൺ ഇങ്ങോട്ട് വിട്ടിട്ടാണ് നമ്മൾ അതിരിട്ടത്. അപ്പൊ ചോദിച്ചു, അല്ല ഇതും കൂടി നമുക്കുള്ള തന്നെയാണല്ലോ. അതിരിടാൻ വന്ന ആള് പറഞ്ഞു, ഇവിടെ അളന്ന ഇദ്ദേഹം പറഞ്ഞു, ഒരു സർവേര് പറഞ്ഞു, ഇത് ശരിക്കും ഇരിക്കാൻ നിങ്ങളുടെ സ്ഥലമാണല്ലോ, ഇതും കൂടി അങ്ങോട്ടുള്ളതല്ലേ? വേണ്ട മോനെ വേണ്ട, ചിലപ്പോ പണ്ടെന്നോ അളന്നപ്പോ ചിലപ്പോ എങ്ങോട്ടായി പോയതാണെങ്കിലോ അങ്ങനെയും വരാലോ, ഏതായിരുന്നു അതവിടെ നോട്ടെ, അത് ഓനെടുത്തോടെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞ് ഈ രൂപത്തിൽ അതിരിടുന്ന മനുഷ്യന്മാർ ഇന്ന് കാണാൻ കഴിയും. 1/2 സെന്റ് ഭൂമിക്ക് വേണ്ടി ജ്യേഷ്ഠാഞ്ചന്മാർ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഉമ്മ വാപ്പമാർ പരസ്പരം കലഹിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
മക്കളും മാതാപിതാക്കളും പരസ്പരം പോരടിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഒരു അരസെന്റ് ഭൂമിക്ക് വേണ്ടി, അരസെന്റ് വേണ്ട ഒരു അര ചാൺ ഭൂമിക്ക് വേണ്ടി വരെ മരിക്കുന്ന ആളുകളുണ്ട്, കൊല്ലുന്ന ആളുകളുമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് അലി റളിയല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത രണ്ടാമത്തെ ഉദ്ദേശം ഭൂമിയുടെ അതിരുകൾ മോഷ്ടിച്ച ആളുകളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞ ഉദ്ദേശം എന്താണ്? മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ ശപിക്കാൻ പാടില്ല. ആ ശപിക്കുന്ന ആളുകളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കുഴപ്പക്കാരായ ആളുകൾ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും, പള്ളി വിളിച്ചാലും ശരി, മദ്രസ വിളിച്ചാലും ശരി, പല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരാവട്ടെ ആരാവട്ടെ, വല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകൾ, ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്ക് അഭയം ആരെങ്കിലും നൽകിയാൽ അവനെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ഈ 4 നിർദ്ദേശങ്ങളാണ് സഹാബത്തെ നിങ്ങൾക്കാർക്കും കിട്ടാത്തതായിട്ട് പ്രത്യേകിച്ച് റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത് എന്ന് അലി റളിയല്ലാഹു തആല പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭൂമി നമ്മൾ വീടെടുക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് അന്യവന്റെ ഭൂമിയല്ലാത്ത ഭൂമിയിലായിരിക്കണം നമ്മൾ വീടെടുക്കേണ്ടത്. നമ്മളെ സ്വന്തം ഭൂമിയായിരിക്കണം. അതുപോലെ ഹറാം ഒരിക്കലും നമ്മളെ ധനത്തിൽ കലരാതെ സൂക്ഷിക്കണം. അവിടെയാണ് നമ്മളെ പ്രശ്നം, അല്ലേ? ഇത് പറയുമ്പോഴാണ് നമുക്ക് പലർക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരിക. ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറ്റിയ ഉസ്താദ് എന്ന് ചോദിക്കും. എന്താ കാരണം എന്നറിയോ? ലോൺ എടുത്തുകൊണ്ട് വീടുണ്ടാക്കിയാൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താണ്? ലോൺ എന്ന് പറയുന്നത് അത് പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മിക്ക ആളുകളും വീടുണ്ടാക്കാൻ എന്താ ചെയ്യുക? ലോൺ എടുക്കുക ചെയ്യാറുള്ളത്. എന്നിട്ട് ലോൺ എടുത്തുകൊണ്ട് വീടുണ്ടാക്കും, വലിയ മണിമാലകൾ ഉണ്ടാക്കും. ഉണ്ടാക്കുന്ന എത്ര വലുത് എന്നുള്ളതല്ല, പിന്നെ ലോൺ എടുക്കാൻ ബുദ്ധിമുട്ടായുള്ള മണിമാലയെ വിറ്റിട്ട് അവസാനം ചെറിയ ചെറ്റപ്പുരണ്ടാക്കിയത് താമസിക്കുകയും ചെയ്യും. വിഡ്ഢികളായ ഒരുപാട് മനുഷ്യർ. ഇനി അടക്കാൻ കഴിവുണ്ടെങ്കിൽ തന്നെ എടുക്കാൻ പാടുണ്ട് ലോൺ എടുക്കാൻ എന്താണ്? പലിശയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഒരിക്കലും ഒരു ഹറാം കലർന്ന പണം കൊണ്ട് നമ്മൾ വീടുണ്ടാക്കാൻ പാടില്ല. ഹറാം നമ്മുടെ വീട്ടിലേക്ക് കലർത്തരുത്. നമ്മുടെ വീടിന്റെ എല്ലാ ഐശ്വര്യം അതോടെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ലോൺ എടുക്കാൻ പല ആളുകളും ഉദ്ദേശിക്കാറുണ്ട്. എന്നോടൊക്കെ പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോ ലോൺ കിട്ടുമല്ലോ, നിങ്ങൾക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ലല്ലോ, ആകെ 4 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഈ 4 സെന്റ് സ്ഥലമൊക്കെ എന്തായാലും ലോൺ കിട്ടും, നിങ്ങൾക്ക് അപേക്ഷയുടെ. എത്ര ആളുകൾ പിന്നാലെ നടന്നിട്ടുണ്ട്. അപേക്ഷിക്കാൻ പറയാൻ സുഖമാണ്. നമ്മൾ പൈസ കിട്ടുകയും ചെയ്യും. കിട്ടിക്കഴിഞ്ഞാലോ അത് അടയ്ക്കുമ്പോഴും പലിശയാണ്. അതുകൊണ്ട് വീടുണ്ടാക്കിയിട്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്? ഒരു ഗുണവുമില്ല. ഖിയാമത്ത് വരെ നമ്മുടെ ആ വീട്ടിൽ ആരെല്ലാം താമസിക്കുന്നുണ്ടോ, വീടിന്റെ അവസാനം വരെ ആരെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽ താമസിക്കുന്നുണ്ടോ, അവർക്കൊക്കെ അതിന്റെ ശാപം വന്നുകൊണ്ടിരിക്കുക. എന്തിനാണ് ഇതുപോലെ സുഹൃത്തുക്കളെ നമ്മൾ വീടുണ്ടാക്കാൻ ലോൺ എടുക്കുന്നത്? നമുക്കത്രമാത്രം വലിയ വീട് വന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള വീട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കാൻ കഴിവുണ്ടോ? എന്നാ ഉണ്ടാക്കിയ പോരെ? ഇല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് എങ്ങനെ ഉണ്ടാക്കണം? നമ്മൾക്ക് കൊക്കിലൊതുങ്ങാവുന്നത് കൊത്തുക. ചില ആളുകൾക്ക് വലിയ വീട്, നമ്മളതിനെ എതിർക്കുന്നില്ല, അവർക്കത് കൊക്കിലൊതുങ്ങുന്നതാണ്. വലിയ വീടുണ്ടാക്കി അവസാനത്തെ പണി, ഞാൻ ഇന്ന് ഓർക്കുന്നൊരു വീടുണ്ട്, വേങ്ങര ഭാഗത്താണൊരു വീട്. ഒരുപാട് പണം ചെലവഴിച്ചുകൊണ്ട് വലിയൊരു വീടുണ്ടാക്കി. ഏകദേശം 3/4 പണിയോളം കഴിഞ്ഞിട്ടുണ്ട്. വലിയ വീടാണ്. പക്ഷേ 3/4 പണി കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും പിന്നെ അതിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥ. കാരണം എന്താ? 3/4 പണിയെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി മറ്റു പണിയും കൂടും ആവശ്യങ്ങളുണ്ട്. പക്ഷേ പുനർന്ന് അങ്ങോട്ട് പണിയെടുക്കാനുള്ള പണം അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കാർക്കുമില്ല. ആ സഹോദരൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, ആ വീട് പൂർത്തിയാക്കിയ മക്കളെ താമസിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നോക്കുമ്പോൾ അതിന്റെ ബാക്കി പണി പൂർത്തിയാക്കണമെങ്കിൽ ആ നേരം കൊണ്ട് നമുക്ക് വേറെ വീട് നല്ലത് ഉണ്ടാക്കി കൊടുക്കാം. അത്രയും പൈസയിൽ ചെലവഴിക്കണം ഉസ്താദേ. അതുകൊണ്ടാണ് ആ വീട് അങ്ങനെ ഇട്ടിട്ട് ഞങ്ങളുടെ അവർക്ക് വേറെ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ മക്കൾക്ക് വേറെ. അപ്പൊ അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വീടങ്ങൾ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കൊക്കിലൊതുങ്ങും നമ്മൾ ഉണ്ടാക്കുക. ഉള്ള കടങ്ങൾ വാങ്ങി അവിടെ എവിടെയും ലോൺ എടുത്ത് ഉള്ള പൈസ പണമെല്ലാം കൊണ്ട് ബാങ്കിൽ അത് പറയുന്ന ഒരു വിഷയം നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന സംവിധാനം. ഗൾഫുകാരൊക്കെ പ്രത്യേകിച്ച് നടക്കും. എന്താണെന്നറിയോ? ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാ സമയത്ത് കുറെ സ്വത്തുകൾ, നമ്മൾ കുറെ പണ്ടങ്ങളൊക്കെ ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് നമ്മളത് പോകാൻ നേരം എന്ത് ചെയ്യുന്നറിയോ? നമ്മളതൊക്കെ പണയം വെച്ചിട്ടാണ് പോകും. കുറച്ച് പൈസ വാങ്ങിയിട്ട് കഴിഞ്ഞ പൈസ വേണം, പണയം വെച്ചിട്ട് പോകും. സാധാരണ ചെയ്യുന്നൊരു പരിപാടിന്റെ പണയം വെച്ചിട്ടാ പോവുക. എന്നിട്ട് അവിടെ ചെന്ന് 1-2 മാസം 2-3 മാസം അധ്വാനിച്ചല്ല 3-4-5-6 മാസം കഴിയുമ്പോൾ ഈ എടുത്ത പൈസ സാധനം തിരിച്ചെടുക്കും.
ഈ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊണ്ട് അയച്ചെടുക്കും, നമ്മൾ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് പാടുള്ള പൈസ റെഡിയാവുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഹറാം കലരുന്നുണ്ട്. ഈ സ്വത്ത് നമ്മൾ ഈ സ്വർണം പണയം വെക്കുമ്പോൾ ഹറാം അവിടെ കലരുന്നുണ്ട്. നിങ്ങൾ ഇതിനെ സ്വത്ത് പണയം വെക്കാൻ കൊടുക്കണം, ബാങ്കിൽ കൊണ്ടു കൊടുത്ത്, അല്ല അവിടെ കൊണ്ടു കൊടുത്തതിന് പലിശ എടുത്ത് ഈ ആഭരണം നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ. അതേസമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആഭരണം വിറ്റുകളയാം, ആഭരണം വിൽക്കാം. ആഭരണം വിറ്റിട്ട് നമ്മളതിനെ പൈസ എടുത്താൽ നമുക്ക് പോകാം. പിന്നീട് നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ ആഭരണം വാങ്ങിക്കൊടുക്കാം. അതെങ്ങനെ ഉസ്താദെ? ഇപ്പൊ നമ്മൾ വിൽക്കുമ്പോൾ അതിന് 20,000 രൂപയല്ലേ കിട്ടുള്ളൂ, വാങ്ങുമ്പോൾ 25,000 വേണ്ടേ? വേണം. അതിനെ പറ്റില്ലേ വിൽക്കണ്ട, നീ പണത്തിന്റെ ഏർപ്പാട് ചെയ്യണ്ട. ചിലപ്പോൾ പണയം വെക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വരും, ചിലപ്പോൾ അങ്ങനെയും വരും. ചിലപ്പോൾ അടയ്ക്കാഞ്ഞാൽ ഒരുപാട് പലിശ ഹറാമ് വേറെയും വരും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പൊ എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരിക്കലും നമ്മൾ പണയത്തിന് നമ്മൾ സ്വർണം ഒരിക്കലും പണയം വെക്കാൻ പോകരുത്. ബാങ്കുമായിട്ടും അല്ലാതൊന്നും ഒരു പണയത്തൊരു പലിശന്റെ ഏർപ്പാട് നമ്മൾ ചെയ്യരുത്, സ്വർണത്തിന് പ്രത്യേകിച്ച്. പിന്നെയോ അതുപോലെ തന്നെ ഇനി നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പണയത്തിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യരുത്. കൊടുക്കരുത്. ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടിയിട്ട്, അല്ല ബാങ്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് 5 പൈസ 5 നിങ്ങൾ കൊടുക്കണ്ട, പണയം വെക്കാൻ നിങ്ങൾ കൊടുക്കണ്ട. അതേസമയത്ത് സ്വർണം കൊടുക്കണ്ട എന്നല്ല പറഞ്ഞ നിർദ്ദേശം. സ്വർണം നിങ്ങൾ കൊടുത്തു, ആരോട് പറഞ്ഞാളാ, ഇത് തൂക്കിക്ക മോനെ, എത്ര ഉണ്ട് തൂക്ക്? ഇത് 10 പവനുണ്ട്. ശരി, 10 പവനുണ്ടല്ലോ, എന്നാ 10 പവനിങ്ങ് വിറ്റാളാ, എനിക്ക് 10 പവനിങ്ങ് വാങ്ങി തന്നാൽ മതി, അതിന് പൈസ തരണ്ട, എനിക്ക് 10 പവനിങ്ങ് വാങ്ങി തന്നാൽ മതി, എന്റെ ആവശ്യങ്ങൾക്ക് നീ എടുത്തോ, എന്നൊരു 10 പവൻ എനിക്ക് വേറെ വാങ്ങി തന്നോ. അത് 9 ആവാൻ പാടില്ല, 9.25 ആവരുത്, 10 തന്നെ വേണം. സ്വർണത്തിന് അത് തന്നെ വേണം, അത്ര തന്നെ നീ വാങ്ങി തന്നോ, കുഴപ്പമൊന്നുമില്ല. അത് ശ്രദ്ധിക്കേണ്ട വേറെ മസാലയുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ നമ്മുടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്, ഒരിക്കലും പണയം വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ ഏർപ്പാട് നിൽക്കരുത്, നമ്മൾ ആർക്കും കൊടുക്കുകയും ചെയ്യണ്ട. അതിനെടുത്തവർ പെട്ടെന്നത് സ്വർണം വീണ്ടെടുക്കാനുള്ള പരിപാടി നോക്കിക്കോ, കൂടുതൽ പലിശാവുന്നതിന് മുമ്പ്. ഈ പണത്തിനോട് എല്ലാ ആളുകളും പണയം വെക്കുന്ന ആളുകളാണ്. പണയം വെക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാസ് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അതിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കണം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമ്മൾ പറയാം. അവിടെ കുറെ വിഷയങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ രൂപത്തിൽ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ പണയം വെച്ചിട്ടുള്ള സ്വർണ്ണമെല്ലാം പണയം വെച്ച്, വേണ്ട അത് വിറ്റോ, കുഴപ്പമില്ല, വിറ്റിട്ട് നീ അതിന്റെ പൈസ വാങ്ങിക്കോ, അതുകൊണ്ട് നീ കാര്യങ്ങൾ ചെയ്തോ, എനിക്ക് നീ എന്ത് ചെയ്താൽ മതി, എന്നെക്കൊണ്ട് ആദ്യ സമയത്ത് ഈ സ്വർണം വാങ്ങി തന്നാൽ മതി. അപ്പൊ വില വ്യത്യാസം ഉണ്ടാവും, അത് നമ്മൾ അറിയണ്ട. നമുക്ക് അവന് സ്വർണം കൊടുത്തു, അവൻ നമുക്ക് സ്വർണം അതുകൊണ്ട് അതിൽ കുറെ മസാലകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അതിപ്പോ പറയാൻ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതപ്പോൾ ഒറ്റവാക്ക് നിങ്ങൾ അത്ര മനസ്സിലാക്കി, ഒരിക്കലും പണയം വെക്കാനൊന്നും നമ്മൾ കൊടുക്കേണ്ട, ബാങ്കായിട്ട് പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്തും എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്, വീടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് വീടുണ്ടാക്കി ഒരുപാട് കടത്തിൽ കുടുങ്ങി പലിശ അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം നമ്മൾ കുത്തുവാള എടുക്കുന്ന രൂപത്തിലായി പോകും. മാത്രമല്ല പിന്നീട് നമ്മളെ താമസിച്ചാൽ തന്നെ വീടിന് തീരെ ഐശ്വര്യമുണ്ടാവുകയില്ല. പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ ഒരൈശ്വര്യം അതിലുണ്ടാവുകയില്ല എന്നത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 7 വൻദോഷങ്ങളുണ്ട്. ഈ 7 വൻദോഷങ്ങളിൽ നിന്ന് എണ്ണിയ ഒന്നാണ് ഈ പലിശയുടെ വിഷയം എന്നുള്ളത് മനസ്സിലാക്കുക. 7 വൻദോഷത്തിന്റെ കൂട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒന്നെന്താണ്? അത് ഈ പലിശയുടെ വിഷയമാണ്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. പലിശ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും റസൂലുള്ളാഹി തങ്ങൾ ശപിച്ചിട്ടുണ്ട്. തിന്നാനും പാടില്ല, തീറ്റിക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല, സഹായിക്കാനും പാടില്ല, സഹകരിക്കാനും പാടില്ല. എന്തിനാ നമ്മൾ വെറുതെ പലിശ സഹായിച്ചതിന് കുറ്റം കിട്ടുന്നത്? അക്കിലുഹുവ മൂക്കിലുഹുവ കാത്തിബുഹ ഷാഹിദുഹു എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്തിനാ നമ്മളതിൽ ബന്ധപ്പെടാൻ പോകുന്നത്? നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകണം? നമ്മൾ അവനെ സ്വർണം കൊണ്ട് സഹായിച്ചാൽ പലിശ തിന്നതിന്റെ കൂട്ടത്തിൽ നമ്മളും പെടും. നമ്മൾ എന്തിനു വെറുതെ അവനെ സഹായിച്ചുകൊണ്ട് ഹറാമിയത്തിലാവണം? അതുകൊണ്ട് പലിശ ഏർപ്പെടുന്ന ഒരു വിഷയത്തിൽ നമ്മൾ സഹായിക്കാൻ പാടില്ല. ഒരു സഹായം പോലും നമ്മൾ ചെയ്തു കൊടുക്കരുത്. അതേസമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ അവന് സാമ്പത്തികമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല, അവന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവന് സഹായിച്ചാൽ മതിയാവുന്നെങ്കിൽ സ്വർണം വിറ്റോ, എന്നിട്ട് പൈസ വാങ്ങിക്കോ, എന്നിട്ട് കൊടുക്കാം. അതേസമയത്ത് പണയം വെക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കരുത് എന്നാണ് ആകെ പറഞ്ഞിരുത്തുക. നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടിയോ എന്ത് വിഷയത്തിനാണെങ്കിലും ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ വീടുണ്ടാക്കാൻ നിൽക്കരുത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ അതുപോലെ നമ്മൾ സ്ഥലമെടുക്കുമ്പോൾ, വീടിന് സ്ഥലമെടുക്കുമ്പോൾ അയൽവാസിക്ക് ഉപദ്രവമുണ്ടാക്കുന്ന രൂപത്തിലാവാനും പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വലിയൊരു വീടുണ്ടാക്കി അയൽവാസിക്ക് കാറ്റ് തടയുന്ന രൂപത്തിൽ, അവരാകെ മൂടുന്ന രൂപത്തിൽ വീട് നമ്മളിങ്ങനെ ഉണ്ടാക്കി അവനതിന്റെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകും. അങ്ങനെയാ നമ്മുടെ വീട്ടിന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും.
അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്ന വിഷയമാണ്. അയൽവാസിയുടെ അനുവാദമില്ലാതെ അവന് കാറ്റ് തടയാൻ പാടില്ല. കാറ്റ് തടഞ്ഞാൽ അത് നമ്മുടെ വീടിന് പിന്നെ ബറക്കത്തില്ല, വീട്ടിൽ ഐശ്വര്യമില്ല. അപ്പൊ എടുത്തുകൂടിയ ആളുകൾ പെട്ടെന്ന് അതിന്റെ പോകുമ്പോൾ പെട്ടെന്ന് ചെയ്യുക, അല്ലാതെ എന്ത് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ലേ. അള്ളാഹുവിനെ പൊറുക്കട്ടെ, അള്ളാഹുവിനെ മാഫിൽ കട്ടെ. ആ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി തങ്ങളോട് ഒരാൾ ചോദിച്ചു, അയൽവാസിക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട വിഷയം എന്താണ്? അയൽവാസിക്ക് എന്ത് അവകാശമാണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ വീട് നിർമ്മിക്കുമ്പോൾ അയൽവാസിയുടെ കെട്ടിടത്തേക്കാൾ ഉയർത്തരുത്, അതവന് വായു സഞ്ചാരത്തെ തടയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലുള്ള ഉയർച്ച പാടില്ല. അതേസമയത്ത് എന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ ഒറ്റത്തട്ടാണ്, ഞാനത് 2 തട്ടാക്കട്ടെ, അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അത് മറ്റുള്ളവന് ശല്യമുണ്ടാകുന്ന രൂപത്തിലാവാൻ പാടില്ല. വീട്ടിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. വീട്ടിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, വഴിയിൽ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലാവാനും പാടില്ല. പടച്ചോനെ, ചില ആളുകൾ വീടുണ്ടാക്കാൻ തുടങ്ങിയാൽ അതിന്റെ മെറ്റലും കല്ലും മണലും മതും ഇതും എല്ലാം കൊണ്ട് റോഡിലേക്ക് അള്ളിച്ചിട്ടു. റോഡിൽ ഇറക്കണ്ടെന്നല്ല, റോഡിൽ അവിടെ അള്ളിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് മൊത്തമായി ബുദ്ധിമുട്ടാക്കുന്ന, വാഹനം പോകുന്നവർക്കും ബുദ്ധിമുട്ട്, വല്ലാതെ ബുദ്ധിമുട്ടാക്കി കളയും ചില ആളുകൾ. അങ്ങനെയുണ്ട് ചില ആളുകൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വീടുണ്ടാക്കാൻ നമുക്ക് വേണ്ടി മറ്റുള്ള ബുദ്ധിമുട്ടാക്കാൻ പാടുണ്ടോ? ഇല്ല. അതേസമയത്ത് വീതിയുള്ള റോഡാണ്, നമ്മളൊരു ഭാഗത്തൊരു മൂലക്ക് ഇട്ടുകൊണ്ട് മറ്റുള്ള പ്രശ്നമില്ല എങ്കിൽ നമുക്ക് ഇറക്കാം. അതേസമയത്ത് നമ്മൾ ഇറക്കി അപ്പം തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് അടുത്തിക്കൊണ്ടാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതേ വരുന്ന കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ മെറ്റൽ കൂട്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു സാധനങ്ങൾ വെച്ചിട്ട് വാഹനം പോകുന്നതും ബുദ്ധിമുട്ടാകുക, ജനങ്ങൾ നടക്കാനും ബുദ്ധിമുട്ടാകുക, ഈ രൂപത്തിലൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പല വീട്ടുകാരും അങ്ങനെ ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ അതിന് ഉത്തരവാദി ആരാവും? നമ്മളാകും. അല്ലാഹു തആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാൾക്കും ശല്യമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ വീടുണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നടന്നു പോകുന്ന ആളുകളുടെ നടപ്പാത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ വീട്ടിന്റെ ഇറയിൽ നിന്ന് ഒഴിക്കുന്ന വെള്ളം റോഡിലേക്ക് മറ്റുള്ളവൻ പോകുന്ന വഴിയിലേക്ക് ആവാൻ പാടില്ല എന്നാ റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന വിഷയം. അതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒലിക്കുന്ന വെള്ളം അത് പൊതുവഴിയിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ മറ്റു വീടിന്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് കഴുകുന്ന വെള്ളങ്ങൾ മൊത്തമായി ചില ആളുകൾ വഴിയിലേക്ക് ഒഴിച്ച് കളയാറുണ്ട്. തെറ്റാണത്. മറ്റുള്ളവർ പോകുന്ന വഴിയിലേക്ക് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ചില പാത്രങ്ങളെ കഴുകുന്ന വെള്ളങ്ങളൊക്കെ റോഡിലേക്ക് ഒഴുകുന്ന ആളുകൾ, അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അതൊക്കെ മറ്റുള്ളവന്റെ ശാപം നമ്മുടെ വീട്ടിലേക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ വീടുണ്ടാക്കുമ്പോഴുള്ള വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു തആല പറഞ്ഞു, വഴിയേറിയുള്ള കെട്ടിടങ്ങളോട് ചേർത്ത് പൊതുവഴിയിൽ അത്താണി നിർമ്മിക്കലും തൂണലുണ്ടാക്കലും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കലും മേൽപ്പേരുടെ ജനാലകളോ അതോ മറ്റു കെട്ടിടത്തിന്റെ മറ്റു എറിയൊക്കെ റോഡിലേക്ക് നീട്ടിയെടുക്കലും, ഇതൊക്കെ അതുപോലെ തന്നെ വഴിയിൽ ചരക്കുകൾ ഇറക്കി വെച്ച് മറ്റുള്ള ആളുകൾ ശല്യമുണ്ടാക്കലും, ഇതൊക്കെ ഹറാമായ വിഷയത്തിൽപ്പെട്ടത് തന്നെയാണ്. മറ്റുള്ളവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും നമ്മുടെ വീട് കാരണമായിട്ട് മറ്റുള്ളവനെ ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഇവന്റെ വീട് വന്നുകൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് പറയിപ്പിക്കാൻ പാടില്ല. പൊതുവഴിയുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയത്ത് നമ്മുടെ പറമ്പിലൂടെ നടക്കുന്ന, അപ്പൊ നമ്മൾക്ക് അവിടെ വീടുണ്ടാക്കി നമ്മള് ഒരു കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വഴിയിലൂടെ നടക്കണ്ട, വേറെ വഴി അവർക്കുണ്ടല്ലോ, ആ വഴിയിൽ നടന്നോട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതേസമയത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. വയ്യാത്തക്കാർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വിധം റോഡുകളിലേക്ക് വെള്ളം തിരിച്ചുവിടൽ ഹറാമാണ്, അത് തടയൽ നിർബന്ധമാണ്. ഗസാലി ഇമാം മുഹയ്യയിലൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പൊ വീട്ടിൽ നിന്നാക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? വീടുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വെള്ളങ്ങളൊക്കെ വഴിയിൽ പോവാതെ ഏതെങ്കിലും ഒരു കുഴി കുഴിച്ച് അതിലേക്ക് തള്ളുന്ന രൂപത്തിലായിരിക്കണം. മറ്റുള്ളവൻ അതിന്റെ വാസന സഹിച്ചു പോകുന്ന ഒരു രൂപം ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, എന്ത്? അല്ലാഹുവേ, ദുഷിച്ച അയൽക്കാരുടെ താമസ സ്ഥലത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. കാരണം ദുനിയാവിലെ അയൽക്കാരെപ്പോഴും നല്ലതായിരിക്കണം. അപ്പൊ ദുഷിച്ച അയൽക്കാരുണ്ടെങ്കിലോ അതിൽ നമ്മൾ സഹായം തേടുന്നു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതെ, അബ്രഹാം ഉസ്താദ് പറഞ്ഞ പോലെ ബാങ്കിന്റെ കലണ്ടർ നമ്മുടെ വീട്ടിൽ വേണ്ട. ബാങ്കിന്റെ പരസ്യമാണ്, അതുപോലെ സഹായിക്കലാണ്, നിസ്സാരമായ വിഷയമാണ്, അതൊക്കെ സഹായിക്കലാണ്, പലിശയെ സഹായിക്കുന്ന ഏർപ്പാടുകളാണ്. കഴിഞ്ഞ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന വിഷയം, പള്ളിയുടെ അടുത്ത് വീടുണ്ടാക്കാൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഹൈറാണ്. പള്ളിന്റെ അടുത്ത് അതെങ്ങനെ ഉസ്താദേ ശരിയാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചില ആളുകളുടെ വീട്
പള്ളിന്റെ അടുത്തേക്ക് ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്ലേ? വീടിന്റെ അടുത്തുണ്ടാക്കുന്നതല്ല ദൂരമുള്ളാക്കുന്നതിനോട് പള്ളിന്റെ അടുത്തേക്ക് വരട്ടേച്ചപ്പോ റസൂൽ എന്താ പറഞ്ഞു? വേണ്ട, നിങ്ങൾക്ക് അവിടെ ഹൈർ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇതെങ്ങനെ ശരിയാവുക? അത് പറഞ്ഞത് അവർക്ക് കൂടുതൽ പുണ്യം ലഭിക്കാൻ വേണ്ടിയാണ്. അത് ഓരോ ആളുകളെ സംബന്ധിച്ചാണ്. അവരെത്ര ദൂരാണെങ്കിൽ പള്ളിയിലേക്ക് വരും. അപ്പോൾ റസൂലായ തങ്ങളുടെ വാക്കുകൾ ഓരോ ആളുകളെ നോക്കിയിട്ടായിരിക്കും. ഒരേ വിഷയം തന്നെ രണ്ടാൾ ചോദിച്ചാൽ രണ്ടാളും രണ്ട് മറുപടി ആയിരിക്കും. കാരണം അവനെ അപേക്ഷിച്ചിട്ട് അവന് ആ മറുപടി കിട്ടണം. ഈ ഒരു ഭാഗം ആളുകൾ പള്ളിയുടെ അടുത്തേക്ക് വീടുകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീട് അവിടെ നിന്നോട്ട് അവിടെ നല്ലത്. കാരണം എന്താണ്? നിങ്ങൾ വീട് ഇങ്ങോട്ട് അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കൂലി കുറഞ്ഞു പോകും. നിങ്ങൾക്ക് ദൂരമായാൽ ഓരോ ചവിട്ടെടുക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂലിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൂരം ഉണ്ടാക്കിക്കൊള്ളിയും. അതേസമയത്ത് ദൂരം ഉണ്ടാക്കിയാലോ തീരെ പള്ളി പോകൂല, തീരെ പള്ളി പോകൂല എന്നുള്ള ആളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല എന്താണ്? പള്ളിയുടെ അടുത്തുണ്ടാക്കല ഏറ്റവും നല്ലത്. പള്ളിയുടെ സമീപത്ത് റസൂലുള്ളാഹിന്റെ വീടുണ്ടായിരുന്നത്. റസൂലുള്ളാഹി ഭാര്യമാരുടെ വീടൊക്കെ പള്ളിയുടെ ചുറ്റുഭാഗത്തുമായിരുന്നു. കാരണം ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് തന്നെ ഇത്തികാഫിൽ നിൽക്കുന്ന സമയത്ത് തല എന്ത് ചെയ്തു? ആയിഷാബിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ആയിഷാബി അതിൽ പേനിങ്ങനെ നോക്കി കൊടുത്തു, തല ചീകി കൊടുത്തു എന്നൊക്കെ ഹദീസിൽ കാണാം. ഇത് വെച്ചിട്ട് പാവപ്പെട്ട കുറെ മുജാഹിദ് പ്രവർത്തകർ അവർ പറഞ്ഞു, കണ്ടില്ലേ പെണ്ണ് പള്ളിയിൽ പോയി. പെണ്ണ് പള്ളിയിലേക്ക് പോയി ഇങ്ങനെ വലിയ മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ നടക്കും. അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ വീടും പള്ളിയും തമ്മിൽ ഒറ്റ ഡോർ വ്യത്യാസമേ ഉള്ളൂ, ഒരു കർട്ടൻ. ആ കർട്ടൻ നീക്കിയ റസൂലുള്ളാഹിന്റെ വീടെത്തി ഒറ്റ റൂം, ഒരു പള്ളിയുടെ ഒരു റൂം പോലെയാണ് റസൂലുള്ളാഹിന്റെ വീടുണ്ടായിരുന്നത്. അഷാബി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്നിരിക്കല്ല, അഷാബിന്റെ വീട്ടിലാണ് ഇരിക്കുക. റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയും തല അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ അഷാബിയുടെ മടിയിലെത്തും. കാരണം ഒറ്റ ഡോറിന്റെ വ്യത്യാസം, ഒരു കർട്ടന്റെ വ്യത്യാസമേ ഉള്ളൂ. കർട്ടന്റെ അപ്പുറത്ത് അഷാബി ഇരിക്കും, ഇപ്പുറത്തെ റസൂലുള്ളാഹിയുടെ ഉടലൊക്കെ തലയോ അഷാബിയുടെ മടിയിൽ. അതെങ്ങനെ പള്ളിയിൽ കയറുക? അതിന്റെ വിഷയത്തിൽ ഞാൻ കടക്കുന്നില്ല, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇങ്ങനെ അടുത്ത വീടുണ്ടാക്കിയത് നല്ലതാണ്. പറ്റുന്ന ആളുകൾക്കൊക്കെ അടുത്ത വീടുണ്ടാക്കാം. അപ്പൊ റസൂലുള്ളാഹിന്റെ വീടുകളൊക്കെ പള്ളിയോടെ തൊട്ടടുത്തായിരുന്നു. റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് പള്ളിയിലേക്ക് എത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ആ പള്ളിയുടെ സമീപത്തിൽ വീടിനേക്കാൾ അകലെയുള്ള വീടുകൾക്ക് മഹത്വമുണ്ടെന്ന് ഇതിന് അർത്ഥമില്ല. കാരണം അകലെ വീടായാൽ വിഷമം സഹിച്ച് പള്ളിയിൽ വരുമ്പോൾ പുണ്യം വർദ്ധിക്കുമെന്നേ ഉള്ളൂ എന്ന് വിഖാത്തിന്റെ 1-ാം വാള്യം 322-ാമത്തെ പേജിലുണ്ട്. 322-ാമത്തെ പേജിൽ അങ്ങനെയുണ്ട്. വിഷമങ്ങൾ സഹിച്ച് പള്ളിയിൽ പോകാൻ തയ്യാറല്ലാത്തവർക്ക് പള്ളിയുടെ സമയം തന്നെ ആ വീടുണ്ടാക്കാൻ നല്ലത്. അപ്പോഴാണ് ജമാഅത്തിന് പള്ളിയിലേക്ക് വേഗം എത്താൻ കഴിയുക. നല്ലത് അതാണ്. അതേ സമയത്ത് ഒരാൾക്ക് ദൂരെയുള്ള ആളുകൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെയുള്ള ആളുകളോട് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഉണ്ടായിക്കൊള്ളി. അപ്പൊ അവര് ദൂരെ നടന്നു വരുമ്പോൾ അവർക്ക് അതിന് കൂലി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിലൊക്കെ നല്ല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ പാവപ്പെട്ട എന്റെ വീടും ഏകദേശം പള്ളിന്റെ അടുത്ത് തന്നെയാണ്. പള്ളിയുടെ 100 മീറ്റർ അകലാണ് എന്റെ വീടുള്ളത്. പക്ഷേ പള്ളിയുടെ അടുത്ത് വിടാമോ ജമാഅത്തിന് പള്ളിയിൽ എത്തിയില്ലെങ്കിൽ അത് വല്ലാത്ത വിഷമങ്ങളുണ്ട്. അത് മറ്റൊരു വിഷയത്തിൽ പറയാം. പല ആളുകളുടെ വീടും പള്ളിയുടെ അടുത്താണ് കാണുന്നുണ്ട് അല്ലേ? ലക്ഷണമൊത്ത വീടാവണം നമ്മളെ വീട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ലക്ഷണമൊത്ത വീടാവാനാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 3 വിഷയം, ദുനിയാവിലെ 3 കാര്യങ്ങൾ, അതിൽ നല്ല ലക്ഷണമൊത്തതാവണം, അല്ലെങ്കിൽ അതിലാണ് അവലക്ഷണം ഉണ്ടാവുക. 3 വിഷയങ്ങൾ. അതിലൊന്ന് എന്താണെന്നറിയോ? ഒന്ന് നമ്മുടെ ഭാര്യ ലക്ഷണമൊത്ത ഭാര്യയാവണം. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, ഭാര്യ ലക്ഷണമൊത്ത ഭാര്യ അല്ലെങ്കിൽ വീടിന് ബർക്കത്തില്ല, ജീവിതത്തിലേ ബർക്കത്തുണ്ടാവില്ല. ലക്ഷണമൊത്തതാവണം. അല്ലാഹു തആല നമുക്ക് നല്ല ഭാര്യമാരൊക്കെ നല്ല ലക്ഷണമൊത്ത ഭാര്യമാരാക്കി പെരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയത് കുഴപ്പമൊന്നുമില്ല. നല്ല ലക്ഷണമൊത്ത തന്നെയാണ്. എല്ലാവർക്കും അല്ലാഹു തആല അങ്ങനെ കിട്ടിച്ചെടുക്കുമാറാവട്ടെ. പിന്നെ രണ്ടാമത്തത് വീട് ലക്ഷണമൊത്ത വീടാവണം, നല്ല ലക്ഷണമൊത്ത വീടാവണം. മൂന്നാമത്തത് വാഹനം ലക്ഷണമൊത്ത വാഹനമാവണം. ഇതിന് പറഞ്ഞ കുതിര എന്നാണ്, കുതിര വാഹനമായി ഉദ്ദേശിച്ചതാണ്. ഹദീസിൽ കുതിര എന്നാണ്. അപ്പൊ ലക്ഷണമൊത്ത വാഹനമാവണം. അപ്പൊ ഓരോരുത്തരോട് യോജിച്ച വാഹനമാണ് ഓരോരുത്തർക്ക് വേണ്ടത്. ഓരോരുത്തർ യോജിച്ച വാഹനം അവർക്ക് അത് തന്നെ വേണം. കേരളയാത്ര നടത്തിയ സമയത്ത് GMC അത് തന്നെ വേണ്ടത്, സംശയമൊന്നുമില്ല, അവിടെ തന്നെ വേണ്ടത്. ചില ആൾക്ക് മനസ്സിലാക്കി AP സ്റ്റാർ സൈക്കിളും കയറ്റി അങ്ങനെ കേരളയാത്ര നടത്തണമെന്ന് അല്ലേ? ചില ആൾക്ക് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ വേണ്ട GMC തന്നെ നല്ല സ്പീഡിലുള്ള പവറിൽ കുറേ സമയം ഇരിക്കേണ്ടതാണ്, കുലുക്കങ്ങളൊന്നും വരരുത്. അതുപോലത്തെ വാഹനം തന്നെ വേണം. ഞാൻ ഓർക്കുന്നു
മക്കയിലൂടെ നടക്കുന്ന മറ്റേ ഹറമിനടുത്ത് നടക്കുമ്പോൾ ഒരുപാട് GMC ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് GMC ആകുമ്പോൾ ആളുകൾ കൂടുതൽ ആളുകൾ പറയാ കേരളയാത്ര വെറും തുടങ്ങിക്കഴിഞ്ഞു. കേരളയാത്ര GMC പറയുമ്പോൾ തന്നെ കേരളയാത്ര എന്നാണ് ജനങ്ങൾ പറയുന്നത്. കേരളയാത്ര ഒരു കേരളയാത്ര ഞാൻ കണ്ടു, രണ്ടാം കേരളയാത്ര കണ്ടു എന്ന് പറയാം. അവർക്ക് ഇഷ്ടം പോലെ GMC കാണുന്നുണ്ട്. നമ്മൾ ഇന്ത്യനാവില്ലാത്ത ഏതോ ആവട്ടെ ഓരോരുത്തരും യോജിച്ച വാഹനം ഓരോ സ്ഥലത്തും വേണം. തമിഴ്നാട്ടിലൊക്കെ പോയി നോക്കിയ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അവരെ സൈക്കിളും ചവിട്ടി അങ്ങനെ വരുന്നത് കാണാം. എത്തിഫിയ കോളേജിൽ പഠിച്ച സമയത്ത് അവിടെ ഒരു ദിവസം കുറച്ച് ആളുകൾ വന്നു അവിടുത്തെ കണക്കുകൾ നോക്കാൻ വേണ്ടി. റവന്യൂ ഇന്റലിജൻസിന്റെ ആളുകളാന്ന് തോന്നുന്നുണ്ട്. അവർ വന്നു 3 സൈക്കിളിലാണ് 3 ആളുകൾ ബാഗ് തൂക്കി അങ്ങനെ വന്നിരിക്കുന്നു. നമ്മൾ വിചാരിക്കും എന്തോരം വല്ലാക്കാരെന്തോ അടിച്ചാറിയാണ് തൊപ്പ് പണിക്ക് എന്താ വന്നായിരിക്കുന്നു. അയാൾ വന്ന് ഓഫീസിൽ കയറി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നപ്പോൾ ആളുകൾ പറഞ്ഞു അവിടെ തന്നെ ആളുകൾ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറെ മനസ്സിൽ ചിരിച്ചുപോയി. അവർ വന്നത് സൈക്കിൾ, സാധാ സൈക്കിള്, മോട്ടോർ സൈക്കിളൊന്നുമല്ല, സാധാരണത്തെ സൈക്കിൾ ചവിട്ടിയിട്ട് 3 ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഫാൻ്റാണോ എടുത്തത്? അപ്പൊ അത് യോജിച്ച വാഹനമാണോ? അവർക്കതാണോ അറിയില്ല. പക്ഷെ യോജിച്ച വാഹനം ഓരോരുത്തർക്ക് യോജിച്ച അതിന്റെ ഗെറ്റപ്പ് വേറെ തന്നെ. ഒരു ബൈക്ക് യാത്ര ചെയ്യേണ്ട ആള് കാറിൽ യാത്ര ചെയ്യണമെന്നില്ല. കാറിൽ യാത്ര ചെയ്യേണ്ട ആളോ ബൈക്ക് യാത്ര ചെയ്യേണ്ട. ഓരോരുത്തർക്ക് യോജിച്ച വാഹനം അവർക്കുണ്ടാവണം. ഈ 3 നല്ല ഐശ്വര്യമുള്ളതാവണം, ലക്ഷണമൊത്തതാവണം. റസൂലുള്ളാഹി പഠിപ്പിച്ച വിഷയമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ലക്ഷണമൊത്ത ഈ 3 അല്ലാഹു ലക്ഷണമൊത്ത രൂപത്തിലാക്കി പെരുമാറാവട്ടെ. പിന്നെ വീടെടുക്കുന്ന സ്ഥലം നല്ല സ്ഥലം നോക്കിയെടുക്കാൻ നമ്മൾ പറഞ്ഞു. പഴയ കാലത്തൊക്കെ പറയാറുണ്ട് വടക്ക് ഭാഗത്തേക്ക് ചെരിവുള്ള ഭൂമിയാണ് വീടുണ്ടാക്കാൻ ഉത്തമമെന്ന് പറയാറുണ്ട്. ആ ഭൂമിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് അബുറയ്യാൻ സ്ഥാനം വിട്ടുകൊടുക്കാം. അങ്ങനെ പഴയ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വടക്ക് ഭാഗത്തേക്ക് ചെരിവുള്ള ഭൂമിയാണ് വീടുണ്ടാക്കാൻ ഉത്തമം. അത് ശരിയാണെങ്കിൽ ഉസ്താദ് എസ് അടിക്കും. പഴയ കാലത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. വീടുണ്ടാക്കാൻ ഏറ്റവും നല്ലത് വടക്ക് ഭാഗത്തേക്ക് ചെരിവുള്ള ഭൂമിയാണ്, ഉത്തമമുള്ള ഭൂമിയായിട്ടാ പറഞ്ഞത്. വിചാരിച്ച എല്ലാവരും വടക്ക് ഭാഗത്തേക്ക് ചെരിവുണ്ടാക്കാൻ നടക്കണ്ട. ഇല്ലാത്തെങ്കിൽ ജെസി കൊണ്ടുവന്നിട്ട് ചെരിവുണ്ടാക്കിയും വേണ്ട. അങ്ങനെ പറയുന്നവരുണ്ട്. യമഭൂമിയിലെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തോ അറിയില്ല. അപ്പൊ അത് നല്ല ഭൂമിയാണെന്ന് പറയപ്പെടുന്നു. ചില കിതാബില് ഇത് മറ്റേ ഈ തച്ചുശാസ്ത്ര കിതാബിലൊക്കെ നോക്കിയാൽ കാണാം. തച്ചുശാസ്ത്രം നോക്കിയാൽ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ കാണാം. വടക്ക് ഭാഗത്തേക്ക് ചെരിവുള്ള ഭൂമിയാണ് ഏറ്റവും നല്ലത്. എന്റേത് വടക്ക് ഭാഗത്തേക്ക് ചെരിവുള്ള ഭൂമിയല്ല. ഇല്ല, ഇവിടെ ഇപ്പൊ വടക്ക് ഭാഗത്തേക്കല്ലല്ലോ ചെരിവ്. എനിക്ക് തെക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കൊക്കെ ഭൂമി ചെരിവുള്ളത്. അപ്പൊ എങ്ങനെ അതിന്റെ ആണെന്ന് എനിക്കറിയില്ല. ഏതായിട്ട് അങ്ങനെ നോക്കിയാൽ വീടുണ്ടാക്കാൻ കഴിയില്ല. സുബ്ഹാനത കുടുങ്ങിപ്പോകും. അപ്പൊ ഇതാണ് ഉത്തമം എന്ന് പറയുന്നു. എന്തോ അറിയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു വന്നു പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ മുമ്പ് താമസിച്ച വീട്ടിൽ ഞങ്ങൾക്ക് നല്ല സമ്പത്തും നല്ല സന്താനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു, നല്ല ബറക്കത്തുള്ള വീടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് ഇപ്പൊ താമസം മാറ്റിയപ്പോ വല്ലാത്ത കഷ്ടകാലമാണ്, ഞങ്ങൾക്ക് ഒന്നിനും ഒരു റാഹത്ത് കിട്ടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ വീട് നിങ്ങൾ തിരിച്ചു കൊടുത്താളി, അത് ഒഴിവാക്കിക്കളി, അത് ദുഷിച്ച വീടാണ് എന്ന് പറഞ്ഞ ഹദീസ്. ഈ ഹദീസിന്റെ പരമ്പര സംശയാസ്പദമാണ് എന്ന് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടിനും അത് ഉദാഹരണമാണ്. ഈ ഹദീസ് അതിലെന്തോ സംശയങ്ങളുണ്ട്, അത് ലൈഫാണ്, അത് സംശയമുണ്ട്, അത് ഷെക്കല്ല ഹദീസാണ് എന്ന് ബുഖാരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഹദീസ് തള്ളുകയും വേണ്ട കൊള്ളുകയും വേണ്ട, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ അവിടെ മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അങ്ങനെ ആർക്കും സംശയമുണ്ടെങ്കിൽ, ഈ വീട്ടിൽ എനിക്ക് ഐശ്വര്യക്കുറവുണ്ട്, എനിക്കിവിടെ താമസിക്കുമ്പോൾ പ്രയാസമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വീട് ഒഴിവാക്കലാണ് ഏറ്റവും ഖൈറൂന. അത് നോക്കിയിട്ടല്ല, അവിടെ അവന്റെ മനസ്സെപ്പോഴും തെറ്റുണ്ടായിരിക്കണം. ലക്ഷണമൊത്ത വീടാകുമ്പോൾ മനസ്സിന് നല്ല തെറ്റ് കിട്ടും. അപ്പൊ തെറ്റ് കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യാം, ആ വീട് ഒഴിവാക്കി വേറെ വീടെടുക്കലാണ് നല്ലത്. മുമ്പൊരു സബറിയാന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് ആ ജനൽ മാറ്റണം, ആ അടുക്കള മാറ്റണമൊക്കെ പറഞ്ഞിട്ട് ആ പാവങ്ങളെ വീടുകൾ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ കുറെ ഹാസ്യരൂപത്തിൽ ഉസ്താദിനെ അവതരിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളും പലരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ചില ആളുകൾ പലതും വന്ന് പറയും. പക്ഷെ അവിടൊക്കെ നമ്മൾക്കത് ഐശ്വര്യക്കേടാണ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ അത് ഒഴിവാകലാണ് ഏറ്റവും ഹൈർ. നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഇട്ടിട്ട് അതുപോലെ തന്നെയാണ് കാരണം, അതെന്നാ കാരണം, ഇതെന്നാ കാരണം, മനസ്സിലിങ്ങനെ പറയാം അതെന്നാ കാരണം, അതെന്നാ കാരണം എന്ന് മനസ്സിന് വന്നാൽ പിന്നെ മനസ്സിന് റാഹത്തുരായി നമുക്ക് സന്തോഷം മനസ്സിന് കിട്ടില്ല. അപ്പൊ ഇതിൽ എന്തോ ഒരു എതിർപോക്ക് വീട്ടിലുണ്ട് എന്ന് എന്നെ തോന്നിക്കൊണ്ടിരിക്കും. എന്ത് സംഭവിച്ചാൽ ആ വീടിന്റെ അപ്പോഴേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുപ്പ് അങ്ങോട്ടാക്കണ്ട, അതുകൊണ്ട് എന്നെ ആയിരിക്കും എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പിശാച് ഇങ്ങനെ തോന്നിച്ചുകൊണ്ടേയിരിക്കും.
അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഖൈർ ഏതാണ്? മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ ഏറ്റവും ഖൈർ നിങ്ങൾ ആ വീട് ഒഴിവാക്കലാണ്. അത് ഫത്ഹുൽ ബാരിയിൽ ആ വിഷയം പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തെറ്റായ ഒരു കാരണത്തിനോട് സാധ്യത തോന്നുന്നുണ്ടെങ്കിൽ ആ വീട് ഒഴിവാക്കലാണ് ഖൈർ. അപ്പൊ അത് നമുക്ക് ചെയ്യാവുന്ന വിഷയമാണ്. നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞെടുക്കേണ്ട, അത് ഒഴിവാക്കിയാലോ, അതാർക്കും വിൽക്കുക, ഇന്ന് വേറെ ആക്കോ, വേറെ വീട് നല്ല നോക്കിയ മറാഹത്തുള്ള വീട് എടുക്കുക. അത് എപ്പോഴും ലക്ഷണമൊത്ത നല്ല ഐശ്വര്യമുള്ള വീടുകളും ഭാര്യയും അതുപോലെ തന്നെ വാഹനമൊക്കെ ആവണം എന്ന് വിചാരിച്ചൊരു വീട് ഭാര്യൻ ഇങ്ങനെ ഐശ്വര്യക്കേട് തോന്നിയിട്ട് ഒരു ഭാര്യനെ വിൽക്കണം എന്നല്ല പറഞ്ഞ ഉദ്ദേശം. ഇനിയിപ്പോ നാളെ മുതൽ അങ്ങനെ പരിപാടി തുടങ്ങിയിട്ട് ബുദ്ധിമുട്ടാകുകയും വേണ്ട. അത് ആദ്യം നോക്കണം. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ നോക്കണം, അവിടെ കുടുംബവും പാരമ്പര്യം നോക്കണം. നിറവും കോലവും മാത്രം നോക്കരുത്. ഫൽഫർ ബിദാറ്റ് ദീന ഇസ്ലാം കൽപ്പിച്ചത്. നീ പെണ്ണിട്ടില്ലേ ദീന് കൊണ്ട് നോക്കണോ, ദീന നീ മുറുകെ പിടിച്ചോ, അവിടെ അതാ ചെയ്യണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂരം കഴിഞ്ഞിട്ട് വെടിയിട്ടിക്കാൻ നിൽക്കരുത്. പിന്നീട് അങ്ങനെയല്ല ആന കുതിര എന്ന് പറയുന്നു. ഒക്കെ ആദ്യം നോക്കിക്കൊള്ളു. ചിലത് അങ്ങോട്ട് ഇപ്പോഴേ നോട്ടൊക്കെ എങ്ങനെ കൂടുതലും പ്രമേഹ കല്യാണമാണല്ലോ പണ്ടല്ലേ. അപ്പൊ എല്ലാവർക്കും പ്രമേഹ കല്യാണം, പ്രേമകല്യാണേ. എവിടെ നോക്കിയാലും ഒന്ന് കണ്ട അവിടെ ഇഷ്ടപ്പെടുക, അവിടെ കൊണ്ടുപോവുക, ഹക്കും ബാത്തിലും ഒന്നുമില്ല, അവിടെ കൊണ്ടുപോവുക. ചിലപ്പോ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കല്യാണം കഴിക്കുക, റെഡി. അന്ന് മുതൽ അവർ വിചാരത്തിലാണെന്ന് ആരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. ലോകം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് കുറെ അങ്ങോട്ട് കഴിഞ്ഞാൽ വയസ്സിന്റെ പ്രശ്നത്തിലൊക്കെ പോകും. 16 വയസ്സ് 20 വയസ്സൊക്കെ പോകും. അതിലൊക്കെ ഒന്നും ഏതായാലും കടക്കുന്നില്ല, ഏതോ ആവട്ടെ. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അപ്പൊ ഇതുപോലത്തെ വീടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യക്കേട് തോന്നിയാൽ നമുക്ക് ഒഴിവാക്കി വേറെ വീടെടുക്കാം. വീടിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്. ചില ആളുകൾ ചുമരുമല് കാണാം, ചുമരിങ്ങനെ വിണ്ട് കൂറിയാൽ എതിർപോക്കുള്ളത് കൊണ്ടാണ് വിശ്വാസം. നമുക്കറിയില്ല, അങ്ങനെ കാണാം. സത്യമാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല. എതിർപോക്കുണ്ടായിട്ടാണ് വീട് ഇങ്ങനെ വിണ്ടിരുന്നത്. ആ വീടിന്റെ കൂടെ പോവുക അറിയില്ല. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. ഒരാൾപ്പോൾ ചോദിച്ചാൽ വീട് വിണ്ടൂരി എതിർപോക്കാണോ, നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട്. എന്തോ നമുക്കറിയില്ല, നമ്മളുടെ കിതാബിലിടും കണ്ടില്ല. ഇനി കണ്ട ഉസ്താമാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വിഷയം. നിങ്ങൾക്ക് ആ പ്രയാസം തോന്നുന്നുണ്ടോ? വീട് വിൽക്കുക, എന്നിട്ട് വേറെ വീട് വാങ്ങിക്കോളി, വേറെ വീട് വാങ്ങിക്കോളി. അല്ലാഹു തആല അതിന് നിങ്ങൾ ഭാഗ്യം നൽകുമാറാവട്ടെ. പിന്നെ അതുപോലെ നമ്മുടെ വീട് ശ്രദ്ധിക്കേണ്ട ഒരു നല്ലൊരു കാര്യമാണ് നിസ്കരിക്കാൻ ഒരു മുറി വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അവിടെയും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ വീട്ടിൽ നിസ്കാര റൂം ഉണ്ടാക്കിയാൽ നമ്മളവിടെ വഖഫ് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നെ വേറെ അംശങ്ങളെ കയ്യിലൊന്നും കൊടുക്കാൻ പാടില്ല, വിടാൻ പാടില്ല. നിസ്കാര റൂമിന്റെ പവിത്രത മാനിക്കാത്ത ഒരാൾക്ക് വീട് വെക്കാനും പറ്റൂല. നമ്മൾ തന്നെ അവിടെ തന്നെ താമസിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മളങ്ങനെ വീട്ടുണ്ടാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ വേറെ കുറെ പോംവഴികളൊക്കെ അവർ ഉസ്താദ് മുമ്പ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ കുറെ പോംവഴികളൊക്കെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ മതി, ഉസ്താദ് പറഞ്ഞു തരും. അപ്പൊ ആ പോംവഴികളോടുകൂടി നിങ്ങൾക്ക് വീട് താമസിക്കാം, അവിടെ ഒരു വീട് മുറി ഉണ്ടാക്കാം. അപ്പൊ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കൽ നല്ലതാണ്. വീട്ടിലൊരു നല്ലൊരു നിസ്കാര റൂം ഉണ്ടാക്കൽ നല്ലതാണ്. അഷാബി തന്നെ പറഞ്ഞ ഹദീസ് കാണാം, വീടുകളിൽ പള്ളി നിർമ്മിക്കാനും അത് വൃത്തിയാക്കാനും അത് നല്ല സുഗന്ധം പൂശാനും റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾ കൽപ്പിച്ചിരുന്നു. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊരു മൂല, ഒരു റൂം അതിനായിട്ട് തയ്യാറാക്കി വെക്കാൻ നല്ലതാണ്. വീടുകളിൽ പള്ളി നിർമ്മിക്കാനും അതിനെ വൃത്തിയാക്കാനും ഞങ്ങളുടെ നബി തങ്ങളെ കൽപ്പിച്ചിരുന്നു എന്ന് സുമറത്തുൽ ജിൻദി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറഞ്ഞു, എന്റെ ഗോത്രക്കാർക്ക്, അതാ ബനൂ സാലിം ഗോത്രക്കാർക്ക് ഞാൻ ഇമാമായി നിസ്കരിക്കാറുണ്ടായിരുന്നു. എനിക്കും അവർക്കുമിടയിൽ ഒരു താഴ്വരയുണ്ട്. മഴക്കാലം വന്നാൽ ഞാൻ അതിനുവേണ്ടി നിസ്കാരത്തിന് വേണ്ടി അത് താണ്ടി അവരുടെ പള്ളിയിലെത്താൻ എനിക്ക് വല്ലാതെ വിഷമമാണ്. മഴക്കാലം വന്നാൽ എനിക്ക് വല്ലാതെ പ്രയാസമാണ് അവിടെ എത്തിച്ചേരാൻ. എന്റെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എന്റെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്തെ താഴ്വരയിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ എനിക്ക് ബനൂ സാലിംകാരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്നില്ല. അതിനാൽ അങ്ങ് എന്റെ വീട്ടിൽ വന്ന് നിസ്കരിക്കണമെന്ന് എന്റെ ആഗ്രഹം. എന്നാൽ ആ സ്ഥലം എനിക്ക് നിസ്കാര സ്ഥലമാക്കി ഉപയോഗിക്കാമല്ലോ. മഹാനവറുകൾ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളെ വീട്ടിൽ വന്നു. സിദ്ദീഖുൽ അക്ബർ തുടങ്ങിയ മഹാന്മാർ കൂടെയുണ്ട്. വീട്ടിൽ വന്നപാട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഈ ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല ചോദിച്ചു, ഓ ഞാൻ എവിടെ നിസ്കരിക്കലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഒരു വീടിന്റെ സ്ഥലം കാണിച്ചു കൊടുത്തു. എവിടെയാണ് നബിയെ നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിച്ചു. സഹാബത്ത് പിന്നാലെ കൈകെട്ടി നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. സുഹായത്തങ്ങളെ നിസ്കരിക്കാനുള്ള സ്ഥലം ശരിയാക്കി കൊടുത്തു.
അന്ന് മുതൽ ഈ മഹാനവറുകൾ അവിടെ നിസ്കരിക്കുമായിരുന്നു. അപ്പൊ വീടുകൾ നമുക്ക് പള്ളി നിർമ്മിക്കാം, കുഴപ്പമില്ല. പക്ഷേ ആ വീട് വിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക്, ഇതിന്റെ പവിത്രത മാനിക്കാത്ത ആളുകൾക്ക് വീട് വിൽക്കാനേ പാടില്ല. അത് ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലോ നമുക്കവിടെ പള്ളിയായി വഖഫ് ചെയ്ത് ഉപയോഗിച്ചാൽ പള്ളി നിസ്കരിക്കുന്ന കൂലി അവിടെ നിസ്കരിച്ചാലും കിട്ടും. അതേസമയത്ത് പൂർണ്ണമായ ജമാഅത്തിന്റെ കൂലി നമുക്ക് എവിടുന്നേ കിട്ടുള്ളൂ? നമ്മൾ പള്ളി പോയാലേ അത് കിട്ടിയിരുന്നു. കാരണം വലിയ ജമാഅത്തിന് കൂടുതൽ കൂലി ഉണ്ടല്ലോ, പള്ളിയിലേക്ക് നടക്കുന്ന കൂലി വേറെയും കിട്ടും. അതുകൊണ്ട് അപ്പൊ വീട്ടിൽ പള്ളിയായി നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. വീട്ടിൽ അങ്ങനത്തെ ഒരു റൂം അത് വേണമെങ്കിൽ നമുക്ക് സൂക്ഷ്മയ്ക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നല്ല വിശാലമായ വീടുണ്ടാക്കാം, കുഴപ്പമില്ല. വീടുണ്ടാക്കുമ്പോൾ വിശാലമായ വീടുണ്ടായിക്കോട്ടെ, ചെറിയ റൂമല്ല വലിയ റൂം ഉണ്ടായിക്കോട്ടെ. ആവശ്യമെങ്കിൽ ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് രക്ഷാമാർഗം? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ നാവിനെ നീ അടക്കി നിർത്തുക, അതാണ് നിന്റെ രക്ഷാമാർഗം. നാവിനെ നീ അടക്കി നിർത്തുക. പിന്നെയോ നിന്റെ വീട് നീ വിശാലമാക്കുക, നിന്റെ തെറ്റുകളോർത്ത് നീ കരയുക. അദ്ദേഹത്തിന് വീട് സംബന്ധമായ വിഷയമുള്ളതുകൊണ്ടാണ് അങ്ങനെ മറുപടി കൊടുത്തത്. അപ്പൊ വീട് വിശാലമാക്കണം. നാഫി അബ്ദുൽ ബാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിശാലമായ വീട്, അതേപോലെ തന്നെ നല്ല അയൽവാസി, അതുപോലെ സന്തോഷപ്രദമായ വാഹനം, ഇതൊക്കെ മുസ്ലിമിന്റെ നല്ല സൗഭാഗ്യമാണ്. അപ്പൊ വിശാലമായ വീട് കെട്ടാം, അവന് യോജിച്ചതാണെങ്കിൽ. അവിടെ അതും കൂടി നമ്മൾ ചേർക്കണം. വീട്ടുകാരന്റെ പ്രാപ്തിക്കനുസരിച്ച വീട്, ഇതാണ് വിശാലത കൊണ്ട് ഉദ്ദേശം. അതല്ലാതെ പാവപ്പെട്ട ഒരുത്തൻ റേഷനറി വാങ്ങാൻ പോലും കഴിവില്ലാത്ത വലിയ മണിമാളിക ഉണ്ടാക്കണമെന്നില്ല. അവന്റെ യോജിച്ചതിനനുസരിച്ച് അവന് യോജിച്ച് എത്ര നല്ല വീടുണ്ടാക്കാൻ പറ്റുമോ അത്രയും നല്ല വീട് അവനുണ്ടാക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മിതമായ വീടാണ് ഏറ്റവും നല്ലത്. ഓരോരുത്തരും യോജിച്ച മിതമായ വീട്. ഇനി ഒരാൾക്ക് ആ വീട്ടിൽ 2 ആളേ ഉള്ളൂ, എന്നാൽ അയാൾക്ക് 2 or 3 റൂമുള്ള വീട് മതി. അതേ സമയത്ത് ഒരാൾക്ക് അയാളെ വീട്ടിൽ ഒരു 8 അംഗങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക, അയാൾക്ക് 2 റൂമുള്ള വീട് പോരാ. അപ്പൊ അതിന് ചിലപ്പോ ഈ വീടിന്റെ മാളിക കെട്ടി രണ്ടാമത്തെ മാളികയിലൊക്കെ ഒരു മാളിക കെട്ടേണ്ട ആവശ്യങ്ങൾ വരും. കെട്ടാം. സഹാബത്തിന്റെ വീട്, പല ആളുകളുടെ വീടിന് മാളിക കെട്ടിയതായ വീടുണ്ട്. കാരണം അവരുടെ അവിടെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ടാണ്. ആ രൂപത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവനവനോട് യോജിച്ച രൂപത്തിലുള്ള വീടാണ് ഏറ്റവും ഹൈറ്. ഓരോരുത്തരും യോജിച്ച രൂപത്തിലുള്ള വീട്, അത് അവനെ യോജിച്ചിട്ടുള്ള അവന് മിതമായ വീടാണ്. വലിയ മുതലാളിമാരുടെ വീട് വലുത് തന്നെ വേണം, അവർക്ക് യോജിച്ചതാണ്. അതേ സമയത്ത് 2 or 3 അംഗങ്ങൾ മാത്രമുള്ള വീട്, ഹലാക്കിന്റെ വീട് കിട്ടി ഒരുപാട് റൂമുകൾ ഉണ്ടാക്കേണ്ട, അതുള്ള റൂമിന് വിശാലാക്കി ഉണ്ടാക്കിയാൽ മതി ആവശ്യം അങ്ങനെയാണെങ്കിൽ. അതേ സമയത്ത് കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആളുകൾക്ക് 2 റൂം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ 2 റൂം ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, എന്റെ വീട്ടിൽ അതിനകത്തും ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിക്കുക. ഉദാഹരണം, അപ്പൊ ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് ഇപ്പൊ 2 റൂം മതിയാവില്ല, അയാൾക്ക് 3 or 4 റൂം വേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഭൂമിയില്ലാത്തതിന് പേര് ചിലപ്പോൾ മുകളിലൊരു അട്ടിങ്ങോട്ട് എടുത്തെന്ന് വിചാരിക്കുക. ഉദാഹരണം പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ മുകളിലോട്ട് നിർത്താൽ, അവൻ കണ്ടില്ലേ റേഷനറി വാങ്ങാൻ പോലും പൈസ അല്ല, വലിയ 2 അട്ടി ബംഗ്ലാവ്. അതല്ല, ഇവിടെ പറഞ്ഞ വിഷയം ഉദ്ദേശം എന്താണ്? അവനോട് യോജിച്ച രൂപത്തിൽ അവനുണ്ടാക്കാം. എന്നോട് ചോദിച്ച 2 തട്ട് എന്നോട് ചോദിച്ചതല്ല, പക്ഷേ ഇവിടെ താമസിക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ല എങ്കിൽ അങ്ങനെ പറ്റും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇതാണ് മിതമായ വീട് കൊണ്ട് ഉദ്ദേശം. ആവശ്യത്തിൽ കവിഞ്ഞുള്ള വീടുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. എനിക്ക് 2 മക്കളേ ഉള്ളൂ എങ്കിൽ 2 മക്കൾക്ക് 1 or 2 റൂം മതി, എന്നാൽ അതിൽ 10-20 റൂം ഉണ്ടാക്കി വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനത്തെ വീടുകൾ നമ്മൾ ഉണ്ടാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹന്തയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കരുത്. അഹന്ത കാണിക്കാൻ വേണ്ടി അവന്റെ വീട് വലിയതാണ്, അപ്പൊ അതിനേക്കാൾ വലിയ വീടുണ്ട് എനിക്കുണ്ടാക്കണം എന്ന ഉദ്ദേശത്തിലാവരുത്. എന്റെ ജീവിതം നടന്നു പോകണം, എന്റെ കുടുംബക്കാർക്ക് താമസിക്കണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ വീടുണ്ടാക്കാം, വിശാലമായ വീടുണ്ടാക്കാം. എപ്പോഴും നമ്മളോട് ചോദിച്ച രൂപത്തിലുള്ള മിതത്വം പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വീടിന് ഉയരം പറ്റൂലേ? മഹാന്മാർ പറയുന്ന വീടിന് ഉയരം പറ്റും. ദാവൂദിനു ഖൈസ് റളിയല്ലാഹു തആല ഇപ്പോഴത്തെ ഹദീസ് കാണുന്ന മഹാനവരിൽ പറയുന്ന റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഈത്തപ്പനയോര കൊണ്ട് നിർമ്മിച്ച പുല്ലുകൊണ്ട് ആവരണം ചെയ്ത വീടാണ് അവർക്കുണ്ടായിരുന്നത്. മുറിയുടെ വാതിൽ നിന്ന് വീടിന്റെ മുൻവാതിലേക്ക് 6 or 7 മുഴം അകലമുണ്ടായിരുന്നു. അത്രയും വിശാലമായ വീടായിരുന്നു, നല്ല ഉയരമുള്ള വീടുണ്ടായിരുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വീട് വേണമെങ്കിൽ ഉയരം കൂട്ടാം, മാളിക കെട്ടാം, ഇതൊക്കെ പറഞ്ഞതിന്റെ തെളിവുകളാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഉറങ്ങാൻ വേറെ വേറെ സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുമോ? കഴിവുള്ളവൻ അതും ചെയ്യാം.
കുട്ടികളുണ്ട്, അവർക്ക് വേറെ വേറെ റൂമുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ് കാണാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 7 വയസ്സായാൽ നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അതേപോലെ തന്നെ 10 വയസ്സായാൽ അവരെ വേർപിരിച്ചുകൊണ്ട് കിടത്തുകയും വേണം. ഇങ്ങനെ വേർപിരിച്ച് കിടത്തുക എന്ന് പറഞ്ഞാൽ 10 വയസ്സായാൽ പക്വതയുള്ള മക്കളായി മാറി. ഇന്ന് 10 വയസ്സാണ്ട് കേട്ടോ, ഒന്ന് 8 വയസ്സായ തന്നെ പക്വതയായി. എന്നാൽ ആ മക്കളെ മാതാപിതാക്കളുടെ അടുത്ത് കിടക്കാൻ പാടില്ല, സഹോദരങ്ങളുടെ അടുത്തും കിടക്കാൻ പാടില്ല, അവരെ വേറെ വേറെ തന്നെ കിടത്തണം. അപ്പോൾ ഒരു വീട്ടിൽ 10 മക്കളൊക്കെ ഉള്ള വീടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ത് ചെയ്യും? ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾക്കും 10 റൂം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ല, കഴിയില്ലെങ്കിൽ അവർക്ക് 10 കട്ടിലിടാൻ പറ്റുമോ? 5 റൂമിൽ 10 കട്ടിലിടാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അതിലേതാണോ രൂപം ആ രൂപങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഒരിക്കലും ഒരിടത്ത് കിടത്തരുത്. പ്രായപൂർത്തി എത്തിയ മക്കളെ പരസ്പരം ഒരിടത്ത് കിടത്താൻ പാടില്ല. മാതാപിതാക്കളോട് കൂടെയും കിടത്തരുത്. ഇസ്ലാമിന്റെ നിയമം അതാണ്. ഇന്നത്തെ കാലഘട്ടം നമ്മെ അതിലേക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവ കുട്ടികളെ മാതാപിതാക്കളെ അടുത്തു നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ വേർതിരിക്കണം. ഇത് നിർബന്ധമാണ് എന്ന് തുഹ്ഫയിൽ 7-ാം വാള്യം 208-ാം പേജിൽ പറയുന്നുണ്ട്. അങ്ങനെ വേർതിരിക്കൽ നിർബന്ധമാണ്. അപ്പൊ അവർക്ക് കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ റൂമുകൾ ഉണ്ടാക്കാം. അത് ദൂർത്തല്ല. ഒരാൾക്ക് കുറേ മക്കളുണ്ടെങ്കിൽ അയാൾക്ക് വലിയ വീടുണ്ടാക്കാം എന്നർത്ഥം. അയാൾക്ക് യോജിച്ച രൂപത്തിൽ അദ്ദേഹത്തിന് വീടുണ്ടാക്കാം. ആവശ്യത അധികം മുറുകെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റൂല. മാളികപ്പുര വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റും. ഉമ്മഹാനി റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിലാണ് റസൂലുള്ളാഹി തങ്ങൾ പാതിരാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ എന്റെ വീടിന്റെ മാളിക മുറിയിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട്. ഹദീസുണ്ട്. അപ്പൊ മാളിക മുറി അന്നേത്തെ കാലത്തുമുണ്ട്. മാളിക കെട്ടാം, 2ാമത്തെ തട്ട് 3ാമത്തെ തട്ടൊക്കെ കെട്ടാം, ഒരു കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. പക്ഷെ അവനോട് യോജിച്ച രൂപത്തിലായിരിക്കണം എന്നർത്ഥം. യോജിച്ച രൂപത്തിലാവണം. അതേപോലെ തന്നെ ഭാര്യമാർക്ക് മാത്രമായി വീടുണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കി കൊടുക്കാം. ഭാര്യമാർക്ക് മാത്രമായി വീടുണ്ടാക്കാം. ഭാര്യയുടെ വീടിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഭർത്താവിനാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു എനിക്ക് നല്ലൊരു വീടുണ്ടാക്കി തരണം. ഇങ്ങനെ പറഞ്ഞാൽ വീടുണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി വീട് നിർമ്മാണം സംബന്ധിച്ചുള്ള കുറെ ആചാരങ്ങളും അനാചാരങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇന്നത്തെ വിഷയത്തിൽ അത് പറഞ്ഞാൽ തീരൂല. ഏതായിരുന്നാലും അത് മറ്റു വിഷയത്തിൽ നമുക്ക് മാറ്റിവെക്കാം. ഇനി വീട് നിർമ്മാണത്തിൽ ആചാരങ്ങൾ, കുറ്റിയടിക്കല്, കണ്ണേ തട്ടാവടി, കോലം വെക്കല്, തർക്കലിടല്, ഗൃഹപ്രവേശം, സദ്യയൊരുക്ക്, അങ്ങനെ കുറെ കുറ്റിവിഷയിക്കുന്ന കുറേ പരിപാടികളുണ്ട്. അതിലൊരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും നമുക്ക് വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം നമ്മൾ തറക്കല്ല് ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. തറക്കല്ലിന്റെ ആ സ്ഥലം മാത്രമേ നമുക്ക് നോക്കിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ ഞായറാഴ്ച കൃത്യം ഇൻഷാ അല്ലാഹ് ഈ 11 മണിയോടടുക്കുന്ന സമയത്ത്, 11 മണിയാണ് എന്റെ ടൈം, ആ സമയത്ത് ഇൻഷാ അല്ലാഹ് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാകും. ഇന്നിപ്പോ എവിടെയും പോകണമെന്നില്ല. എവിടെ പോകണമെന്ന് ജുമാക്ക് വരെ പള്ളിയിട്ട് പോയിട്ടില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്? പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് സംസാരിക്കാം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇപ്പം വേദനയൊന്നുമില്ല. കാരണം വേദനയൊക്കെ സമാധാനമുണ്ട്. രാത്രി സമയത്ത് അല്പം വേദന ഉണ്ടെങ്കിലും സമാധാനമുണ്ട്. പക്ഷേ ഇത് എനിക്ക് നടക്കാനായി കിട്ടണം. നടക്കാനായി കിട്ടണമെങ്കിൽ ഇപ്പോൾ നിലത്ത് കാല് വെക്കാൻ പാടില്ല. നരമ്പ് പൊട്ടിയതുകൊണ്ട്, എല്ല് പൊട്ടിയതുകൊണ്ട് യോജിച്ച് കിട്ടണമെങ്കിൽ ഏകദേശം 36 ദിവസമെങ്കിലും കാലടുക്കി വെക്കണം. അപ്പൊ നമ്മൾക്ക് ഇപ്പോഴത്തെ ആളുകൾ നടക്കുമോ? എന്നാലും ശ്രമിക്കുന്നുണ്ട്. നേരത്തെ തീരെ ചവിട്ടാതെയാണ് നോക്കുന്നത്. 36 ദിവസം കഴിയട്ടെ, അപ്പോഴേക്ക് ശിഫയാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. കാരണം എന്റെ മക്കള്, മദ്രസയിലെ മക്കള് കഷ്ടത്തിലാണ്. അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. ആ ഒരു സങ്കടം വേറെയുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ വീട്ടിൽ കിടന്നാലും ശരിയാവില്ലല്ലോ. വേറെ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാലോ. ഏതായിരുന്നാലും നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അതുപോലത്തെ രോഗികളെ പല ആളുകളും എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. ആമീൻ. അതേപോലെ തന്നെ നമ്മുടെ ഷിഹാബിന്റെ ഉമ്മ പ്രയാസത്തിലാണ് എന്ന് 2 ദിവസം മുമ്പേ ഷിഹാബ് അറിയിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഹാബിന്റെ ഉമ്മക്ക് പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ. ഏതാണോ ഹൈർ, ആ ഹൈർ അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഷിഹാബ് ഇന്ന് നാട്ടിലേക്ക് അവിടുന്ന് പോന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഈ ഉച്ച സമയത്ത് 12-12:30 ഞാൻ ഇവിടെ ഇറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ കുറേ ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ആളുകളുണ്ട്. അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാവട്ടെ. പള്ളിയായി വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ഥലത്തായിരിക്കും ഉദ്ദേശം ഉണ്ടാകില്ല.
ഭർത്താവിനും ഭാര്യയും ഇമാമും മാമുമായി നിസ്കരിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ലല്ലോ. ഇമാമ് ഭർത്താവുക, ഭാര്യ മാമുമാവുക, നിസ്കരിക്കാം. ആ വീടിൽ പള്ളിയായി ചെയ്ത സ്ഥലത്ത് അതിന് കൂലി പള്ളി നിസ്കരിക്കാം, കൂലിയും കിട്ടും, ഇമാമും അമ്മയെ നിസ്കരിക്കുകയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് നല്ലത്. വീട്ടുകാർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുമല്ലോ. അത് പള്ളിയിൽ കൂടി ആകുമ്പോൾ അതിലൊരു പ്രത്യേകമായ വീടിന്റെ ഹൈർ ബുയൂത്തുകുന്ന ഹൈറുൽ എന്ന് പറഞ്ഞാൽ അത് ആ പുണ്യവും കിട്ടി. വീട്ടിലൊരാൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിന് ചാൻസ് ഉള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. ആ രൂപത്തിൽ അവർക്കൊക്കെ ചെയ്യാം. അതുപോലെ ആൺകുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഇമാമായിട്ട് നിസ്കരിക്കാം. അവിടെ അന്യ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കേണ്ട വേറെ രൂപങ്ങൾ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പോഴാണ് നമുക്ക് വേറെ വിഷയങ്ങൾ പറയാനുള്ളത്. വൈഫ് ഇമാമാവാതിരുന്നാൽ മതി. അതെ, അവിടെ ഭർത്താവ് ഇമാമായിട്ട് നിസ്കരിക്കാം. അവിടെ ആൺകുട്ടികളുണ്ട്, അവർക്ക് ഇമാമായിട്ട് നിസ്കരിക്കാം. വീട്ടിൽ തന്നെ പള്ളിയിൽ സുഖസുന്ദരമായി നിസ്കരിക്കാം. അതേസമയത്ത് വീട്ടിൽ തന്നെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് നമ്മളെ നാട്ടിലെ പള്ളിയിൽ ആളില്ലാതെ ഗതി വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് അതും കൂടെ ആവശ്യത്തിന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ വേറെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊക്കെ ദുആ കർബിനെ പറ്റി വിശദീകരിച്ചാണ്. ദുആ കർബിനെ പറ്റിയെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. ഇന്ന ടൈം കഴിഞ്ഞുകൊണ്ട് എപ്പോഴാണ് PM കാണുന്നത് അതേക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. കുറേ PM വന്ന് കിടക്കുന്നുണ്ട്. വേറെയും കുറെ ചോദ്യങ്ങൾ, എനിക്ക് മനസ്സിലാത്ത ചോദ്യങ്ങളുണ്ട്. ഈ PM ചെയ്യുന്ന ആളുകളെ ഒന്ന് മലയാളീകരിച്ച് വന്നാൽ പെട്ടെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പിന്നെ വടനപ്പള്ളി 313 ഒരു നേരത്തെ പറഞ്ഞ ആദിൽ അലി ഇസ്ലാം കാബ് നിർമ്മിച്ചെ പറ്റിയുള്ള ഒരു ഹദീസ് അദ്ദേഹം ബുഹൽ ബയാന്റെ ഭാഗങ്ങളെടുത്ത് ഉദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്റെ കയ്യിലുണ്ടാകും. ഏതായിരുന്നാലും അബു സുബ്ഹാനഹു പ്രത്യേകം ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അബു സുബ്ഹാനഹു നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ: 1 ഭാര്യ, 2 പിന്നെ വീട്, 3 വാഹനം. ഈ 3 നല്ല ലക്ഷണമൊത്തതാക്കി അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷണമൊത്ത രൂപത്തിൽ അവയെല്ലാം മാറ്റി തരുമാറാവട്ടെ. ഏതെങ്കിലും വീട്ടിൽ 2 ദിവസം മുമ്പ് ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് പോകാനേ എനിക്ക് തോന്നുന്നില്ല ഉസ്താദ്. എന്താ കാരണം? ഭാര്യ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരാൾ ഇന്നലെ വിളിച്ചു പറഞ്ഞു, പോകാൻ തന്നെ കഴിയുന്നില്ല, ഭാര്യ വല്ലാതെ ശല്യപ്പെടുത്തുന്നു, ദുആ ചെയ്യണം, ഭാര്യയുടെ സ്വഭാവം മാറാൻ വേണ്ടി ദുആ ചെയ്യണം എന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്. അഭീരൂപത്തിലൊക്കെ പല സംഭവം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ഉള്ള രണ്ടാമത്തേന് കുഞ്ചിരുത്തി തല്ലുന്ന ആളുകൾ, അങ്ങനത്തെ ഒരുപാട് ജീവിതം. ഈ ജീവിതമൊന്നും ഇല്ലാതെ നല്ല റാഹത്തുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. റാഹത്തോട് കൂടിയുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കി, നല്ലത് ജീവിച്ചു, നല്ലതിലൂടെ പെരുമാറി, നല്ലത് ഉൾക്കൊണ്ട് മറ്റുള്ളത് പഠിപ്പിച്ചു കൊടുത്ത് ജീവിക്കാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ റഹ്മാൻ റഹീം എന്നത്